ഒക്കെ ഞങ്ങളെ പിന്തുടരും. ഞങ്ങൾ ഭാഗ്യവാന്മാർ, ഞങ്ങൾക്ക് നന്മ വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് പോലും തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഓരോ വ്യക്തികളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ അതിരുകൾ വിസ്താരമാകുന്നല്ലോ, അവരുടെ ജീവിത നിലവാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി മാറുന്നല്ലോ. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. നമുക്ക് പറഞ്ഞതുപോലെ തന്നെ 27-ാം തീയതി നമുക്ക് പ്രാർത്ഥന നടക്കുന്നു. ഏകദേശം ഇനി വലിയ ദിവസങ്ങളില്ല, 2 ആഴ്ച കഷ്ടിയേ നമ്മുടെ മുമ്പിലുള്ളൂ യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ നമുക്ക് UK മീറ്റിനോർത്ത് നന്ദി പറയാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ആ ദേശത്തിൻ്റെ മേൽ നടക്കും. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. വലിയ പ്രവർത്തികളാൽ ദൈവം തൻ്റെ വചനത്തെ ഉറപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമം അവിടെ മഹത്വപ്പെടും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാതെ രക്ഷയില്ല എന്ന് ദേശങ്ങൾ, പട്ടണങ്ങൾ, ആളുകൾ കേൾക്കാൻ ഇടയായിത്തീരും. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. വലിയ മഹത്വത്തിനായി സ്തുതിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയുന്നല്ലോ. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയട്ടെ. വലിയ വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നല്ലോ. കർത്താവിൻ്റെ കൃപയാണ്. നമുക്ക് പുകഴുവാനൊന്നുമില്ല. കൃപയല്ലാതെ മറ്റൊന്നും നമുക്കില്ല. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ തുടർമാനമായിട്ട് ദൈവവചനം ധ്യാനിച്ചു വരുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് കേൾക്കുവാനും വളരുവാനും സ്വർഗം നമ്മളെ സഹായിക്കുന്നു. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കാം. നമ്മൾ ഇന്നലെ കേട്ട വചനചിന്ത ഏതാണെന്നുള്ളത് പറയാൻ പറ്റുമോ? ഇന്നലെ കേട്ട വചനചിന്ത ഞാൻ വിശ്വാസപ്രഖ്യാപനം. നമുക്ക് ഒരുമിച്ച് വിശ്വാസപ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം. താങ്ക് യു സിസ്റ്ററെ. കർത്താവിൻ്റെ കൃപയാൽ കാൽവരി ക്രൂശിൽ കർത്താവ് നമ്മുടെ പാപത്തെയും ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ യേശു ക്രൂശിൽ വഹിച്ചതുകൊണ്ട് കർത്താവ് ഞാൻ ബഹുസമ്പന്നനാണ്. ആമേൻ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും ഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. എൻ്റെ കുടുംബം ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സാക്ഷിയാകും. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് അറിയിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് നമ്മളിലൂടെ വരുവാൻ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതരെ മോചിപ്പിക്കാനും പീഡിതനെ വിടുവിച്ചയക്കുവാനും ദൈവത്തിൻ്റെ പ്രസാദവർഷം അറിയിക്കുവാനും കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നല്ലോ. ആമേൻ. കർത്താവിൻ്റെ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിൻ്റെ സമയം ആണ്. തുടർച്ചയായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടു വരുന്നല്ലോ. ഇന്നലെ കേട്ട വചന ധ്യാനം, ഇന്നലെ കേട്ട വചന ചിന്ത എന്താണെന്നുള്ളത് ഓർമ്മയുള്ള ഒരാൾ ഒന്ന് പറഞ്ഞ് ഉയരത്തിലെ ശക്തി ഈ ഉറക്കെ പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ കവിയണം. വിശ്വാസത്താൽ ഉള്ളിൽ നിന്നും ഓവർഫ്ലോയിങ് അനോയിൻറ്റിങ്ങിനെ പറ്റാണ് നമ്മൾ കേട്ടത്. ഓവർഫ്ലോയിങ് ഫെയ്ത്ത് ഉണ്ട്, ഓവർഫ്ലോയിങ് അനോയിൻറ്റിങ് ഉണ്ട്. ഇന്ന് നമ്മൾ ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളെ കേൾക്കുവാൻ കർത്താവ് എൻ്റെ ഉള്ളത്തിൽ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഉച്ചയ്ക്ക് പോകുന്നത് നമുക്കിന്ന് ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലും നമുക്ക് ചില സഹോദരന്മാരെ ആവശ്യമുണ്ട്. ശുശ്രൂഷകളിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യാൻ നമ്മുടെ പോസ്റ്ററുകൾ മറ്റ് വീഡിയോ എഡിറ്റിങ്ങിനും ഒക്കെ വേണ്ടി നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ദൈവം ചെയ്യുന്നല്ലോ. ആ സാക്ഷ്യങ്ങളെ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോയ്ക്ക് ഇടയ്ക്കുന്നതിന് റെക്കോർഡിങ്ങിനെ എഡിറ്റ് ചെയ്യുവാനും പ്രത്യേകിച്ച് എനിക്ക് വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ സമയത്തിൻ്റെ പരിമിതികൾ നമുക്ക് ഒത്തിരി ലിമിറ്റേഷനുകൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ കഴിയുന്നവർ ഇതിൻ്റെ അകത്ത് വരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാനും
അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളുകളെ നമുക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ശുശ്രൂഷയാണ്. നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഒരിക്കലും അപ്രോച്ച് ചെയ്യരുത്. ശുശ്രൂഷയിൽ അങ്ങനെ ഒരു മനോഭാവമുള്ളവർ, കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളവർ, നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധപ്പെടുക. ഞാൻ ഈ ദിവസങ്ങളിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം നമുക്കെല്ലാം കൂടെ ദൈവം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന, പ്രത്യേകിച്ച് ദൈവിക സന്ദേശങ്ങൾ അനേകരെത്തണം, ഈ സുവിശേഷം എത്തണം. ഞാൻ ഈ നിങ്ങളിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ, അനേകരുടെയും നടക്കുന്ന ദൈവപ്രവർത്തികൾ ഞാൻ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഏതോ ഒരാൾ, അവർക്ക് പോലും ചില പറയത്തില്ല, ബ്രദറെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു വചനം, ഒരു ടെസ്റ്റ് മണി കണ്ടപ്പോൾ എനിക്കൊരു ദൈവപ്രവൃത്തി ഉണ്ടായി. കണ്ടോ, ഒരു മുഖാന്തിരം ദൈവം സൃഷ്ടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മുഖാന്തിരങ്ങളെ നമുക്ക് കൂടുതൽ ആളിക്കത്തിക്കാം. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. വൻ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. ആമേൻ. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവാണ്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ കഴിവതും വചനം ദിവസവും കേൾക്കണം. വചനം കേട്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കകത്ത് വ്യത്യാസങ്ങൾ വരത്തുള്ളൂ. വല്ലപ്പോഴും ബദല ചിലർ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കേൾക്കും, നിങ്ങളെക്കൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇടയ്ക്ക് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് വളരാൻ കഴിയത്തില്ല. നിങ്ങൾ വളരും, പക്ഷേ ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് വളരാൻ കഴിയത്തില്ല. ഫലം കായ്ക്കണം. അതിന് നിങ്ങൾ ദിവസവും ദൈവവചനം കേൾക്കണം. അത് നിങ്ങൾ ചിലപ്പോൾ ഡ്യൂട്ടി കിടങ്ങും, നിങ്ങൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോഴാണ് കുഴപ്പമൊന്നുമില്ല, അത് കേട്ടുകൊണ്ടിരിക്കുക. ദൈവം നിങ്ങളുടെ വചനത്തിലൂടെ നിങ്ങളെ വളർത്തും, വഴികളെ തുറക്കും. ആമേൻ. കേട്ടോണം. നമുക്ക് ദൈവത്തിൻ്റെ വചനം ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. യേശു പറയുകയാണ്, ആരെ ഭയപ്പെടണം എന്ന് ഞാൻ കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. അതെ, ദൈവത്തെ ഭയപ്പെടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പലപ്പോഴും നമുക്കറിയാം, യേശുക്രിസ്തു പലയിടങ്ങളിൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ ഒരു വാക്ക് പറയുകയാണ്. നമുക്കറിയാം പലയിടങ്ങളിലും ദ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞൊരു വാക്ക് കാണാൻ പറ്റില്ല. ദൈവത്തെ ഭയപ്പെടുക. ഇപ്പോൾ ദൈവത്തെ ഭയപ്പെടുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തയിൽ ദൈവം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഞെട്ടലും വിറയലും. ദൈവത്തെ ഭയപ്പെടുക എന്നവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ദൈവത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യും. നമുക്കറിയാം, നമ്മൾ മാതാവിനെയും പിതാവിനെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കുന്നത്, അവരെ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മൾ മൂത്ത ആളുകളെ കാണുന്ന സമയത്ത് നിങ്ങൾ അവരെ കാണുമ്പോൾ എണീക്കുന്നത്, അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് ഭയത്തിൻ്റെ അകത്തല്ല, ബഹുമാനത്തിൻ്റെ അകത്തുണ്ടാകുന്നൊരു ഇമോഷൻ അല്ലേ. ഇത് തന്നെയാണ് അവിടെ കർത്താവ് പറയുന്നത്. നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ പറയുന്നു, നിങ്ങളെ കൊന്നിട്ട്, അതായത് നിങ്ങളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ആയുസ് തരുന്നത് ദൈവമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്, നമുക്ക് ആയുസ് തരുന്നത് ദൈവമാണ്, ആരോഗ്യം തരുന്ന ദൈവമാണ്, ആഹാരം തരുന്നത് ദൈവമാണ്. ഇതെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഇത് വിട്ടേച്ച് നിങ്ങൾ മാറരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ല, നമ്മൾ ഈ പ്രാർത്ഥന മുടക്കിയിട്ട് ചില ആൾക്കാർ ഈ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അത് മുടക്കിയിട്ട്, ഇപ്പോൾ അത്രയ്ക്ക് അർജൻറ്റാണ് ബ്രദറെ, എനിക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ലെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ പോകുന്നുവെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അത് നിങ്ങളെ വേറൊരു കുരുക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ്. കാര്യം വൺസ് നമ്മൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നുന്നു ഇനി പ്രാർത്ഥന ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ കേട്ടോണേ, നിങ്ങൾ ഈ വാക്യം നോക്കിയോണം. ദൈവത്തെ ഈ ഒരു വാക്ക് യേശു പറയുമ്പോൾ ഞാൻ താഴേക്ക് വന്നിട്ട് നേരെ മുകളിലോട്ട് വരാവേ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, 2 കാശിന് 5 കുരികളിനെ വിൽക്കുന്നില്ലയോ, അവയിൽ ഒന്നിനെ ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടണം. നമുക്ക് ആദ്യം പറഞ്ഞു ദൈവത്തെ ഭയപ്പെടണം, രണ്ടാമത് വീണ്ടും പറയാണ് ഭയപ്പെടണം. അപ്പോൾ ഈ ഭയം എന്താണ്? നമുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു ഭയമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഓർപ്പിക്കാറുണ്ട്, സാത്താൻ്റെ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഭയം പല രീതിയിലുള്ളതുണ്ട്. ഭയമെന്ന് കേൾക്കുമ്പോൾ പ്രേതം വരുന്നു പിടിക്കുന്നുള്ള ഭയമല്ല ഇവിടെ പറയുന്നത്, ആകുലതകൾ, ഭയം. ദൈവത്തെ വിളിക്കുന്നവരുടെ ഉള്ളിലും ഭയം ഉണ്ടാകും. അയ്യോ ബ്രദറെ, എൻ്റെ ഭാവി എന്തായിത്തീരും, എൻ്റെ ജീവിതം എന്തായിത്തീരും, ഞാൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്, പക്ഷേ ഭയം നോക്കിക്കേ. അപ്പോൾ ഈ ഭയത്തെ നോക്കിക്കൊണ്ട് ആദ്യം കർത്താവ് പറയണം, ആദ്യം നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളുടെ ഭാവി ഓർത്തിട്ടല്ല, നിങ്ങളുടെ ജീവിതം ഓർത്തിട്ടല്ല, നിങ്ങളുടെ സാഹചര്യം ഓർത്തിട്ടല്ല, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. എന്താ ദൈവത്തെ ഭയപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഒരു ദിവസം കണ്ണ് തുറന്ന് എണീക്കണമെങ്കിൽ
കർത്താവ് വിചാരിക്കണം. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ദൈവം വിചാരിച്ചാൽ മാത്രമേ നാളെ എനിക്ക് ഉണർന്നിരിക്കുവാൻ കഴിയത്തുള്ളെന്ന് പറ. കർത്താവ് ദൈവം വിചാരിച്ചു. വിചാരിച്ചാൽ മാത്രമേ നാളെ എനിക്ക് ഉണർന്നിരിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. ഞാൻ നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ഈ അന്യഭാഷാ പ്രാർത്ഥനകൾ വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് വലിയൊരു മടിയാണ്. പക്ഷേ ദൈവകൃപയാൽ നിങ്ങൾ എനിക്ക് വലിയൊരു എൻകറേജ്മെൻ്റ് ആണ്. കാരണം ഏത് സമയത്ത് അന്യഭാഷ, ഏത് പാതിരാത്രി അന്യഭാഷാ പ്രാർത്ഥന ഉണ്ടെന്നിട്ടാലും, ഏത് രാജ്യത്തിരുന്നാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി നിങ്ങളെന്താ പറയുന്നത്, ബലപ്പെടുത്തുന്ന അന്യഭാഷയിൽ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ എരിവുള്ളവരാക്കി ദൈവം നിങ്ങളെ മാറ്റിയത് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് തന്ന എരിവിനായി നന്ദി. അതിനെ ജ്വലിപ്പിക്കണം കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഞാൻ അതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി എന്ന് പറയാവേ. ഇപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുന്നു, നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് പറയണേ, നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ കർത്താവായ യേശു അല്ലെങ്കിൽ ദൈവം വിചാരിക്കണം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇനി മുതൽ ഈ വാക്യം മുതൽ ശ്രദ്ധിച്ചോണേ, ഭയപ്പെടേണ്ട. മനുഷ്യൻ്റെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൂതന്മാരുടെ മുമ്പാകെയും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നവനെ ദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. അപ്പം നിങ്ങൾ ഒരിക്കലും യേശുവിനെ ഉയർത്തുവാൻ മടി കാണിക്കരുതേ. മടി കാണിക്കരുത്, ഒരു മടിയും വേണ്ട. ആൾക്കാരെന്ത് വിചാരിക്കും എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഷൈ നമുക്കുണ്ടായിരിക്കാം, ഒരു ലജ്ജ നമ്മുടെ മനസ്സിൽ ചില സമയത്ത് ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെറിയ ഘട്ടത്തിൽ പോലും ഞാൻ യേശുവിൻ്റെ പൈതലാന്ന് പറയുന്നത്, ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്നതിൽ നാം അഭിമാനിക്കുന്നവരാകണം. ഇവിടെ നോക്കിക്കേ, അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഈ കർത്താവ് പറയുന്നത് ആദ്യം മുതൽ നോക്കിക്കോണേ. ഒന്ന്, നമുക്ക് ജീവിക്കണമെങ്കിൽ കർത്താവ് തീരുമാനിക്കണം. നിങ്ങൾ പറയും, ബ്രദറെ എനിക്ക് നല്ലൊരു ജോലി ഉള്ളതുകൊണ്ടാണ് ജീവിക്കുന്നത്. നല്ല ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം വേണം. ഈ ആരോഗ്യം വേണമെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ അകത്ത് ദൈവം തരണം. യിരെമ്യാവിൽ പറയുന്നു, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തും. കണ്ടോ, ഞാൻ നിനക്ക് ആരോഗ്യം വരുത്തി നിൻ്റെ രോഗങ്ങളെയൊക്കെ സൗഖ്യമാക്കി സകല രോഗശാന്തി വരുത്തി സകല രോഗത്തെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. അപ്പോൾ ദൈവമാണ് ആരോഗ്യം തരുന്നത്. ഈ ആരോഗ്യമുള്ളത് കൊണ്ടാണ് നാം ജോലി ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഈ ജോലി ചെയ്താൽ മാത്രം പോരാ. നാളെ രാവിലെ ഞാൻ എണീക്കണമെങ്കിൽ ദൈവം എനിക്ക് ആയുസ്സ് തരണം. അപ്പോൾ നിങ്ങൾ ഓർത്തോണേ, നിങ്ങളുടെ മുമ്പിൽ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും പിശാച് നമ്മുടെ അകത്തോട്ട് മനസ്സിൽ കൊണ്ടുവന്ന് ഭയപ്പെടുത്തും. അയ്യോ ഭാവി ചിന്തകൾ ഇത് വരുമ്പോൾ എപ്പോഴും ഓർത്തോണേ, ദൈവം എന്നെ നടത്തും. 24 മണിക്കൂറും പറയണവേ, എത്ര വെല്ലുവിളികൾ വന്നാലും എത്ര ബ്ലോക്കുകൾ വന്നാലും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒറ്റ വാക്ക് നിങ്ങൾ മറക്കാതെ പറയണം, ദൈവം എന്നെ നടത്തും. ദൈവമാണ് എനിക്ക് ആയുസ് തന്നത്, ദൈവമാണ് എനിക്ക് ആരോഗ്യം തന്നത്. ഇത് പറയുമ്പോൾ തന്നെ രോഗങ്ങളൊക്കെ വിട്ടുമാറുമെന്നേ. എൻ്റെ ആരോഗ്യത്തിൻ്റെ കർത്താവ് യേശുവാണ്. എൻ്റെ സമ്പത്തിൻ്റെ കർത്താവ് യേശുവാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറകളുടെ കർത്താവ് യേശുവാണ്. എൻ്റെ പിതാക്കൾ, എൻ്റെ മാതാവ്, എൻ്റെ കുടുംബം, എൻ്റെ സകലത്തിൻ്റെ ഉടയവൻ, ഉടമസ്ഥൻ യേശുവാണ്, കർത്താവാണെന്ന് പറയണം. നിങ്ങൾ ഒരു മടിയും വേണ്ട. ആരെങ്കിലും ചോദിച്ചാൽ പറയണം. ഇപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത്, എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് ഉള്ളത്തിൽ കർത്താവ് പറയണം, ജോലി സ്ഥലങ്ങളിൽ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നവർ കേട്ടേ പറയണം, എന്നെ ഇവിടെ ജോലിയിൽ ദൈവമാണ് ആക്കി വെച്ചത്. എനിക്ക് വിരോധമായി ഉയരുന്ന സകലതും നീങ്ങിപ്പോകും. പറഞ്ഞണം, ഉറക്കെ പറഞ്ഞോണം. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഭയപ്പെടുകയോ കരയുകയോ വേണ്ട. ബൈബിളൊരു വാക്യമുണ്ട്, നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിൻ്റെ മുമ്പിൽ തോൽക്കുമാറാക്കും. പറയണം, എനിക്ക് ഈ ജോലി ദൈവം തന്നതാണ്, എനിക്ക് ജോലി തന്നത് ദൈവമാണ്. അപ്പോൾ ഈ കർത്താവ് ഈ സുവിശേഷമെല്ലാം ഇങ്ങനെ പറഞ്ഞു വരുന്ന വഴിക്ക് കേട്ടോണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വാക്യം ധ്യാനിച്ചായിരുന്നു. മനുഷ്യൻ്റെ നേരെ ദൂഷണം പറയുന്നവനോട്, മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്നതോട് ക്ഷമിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നതോട് ക്ഷമിക്കത്തില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഒറ്റ വാക്കിൽ ആ കാരണത്തെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഒറ്റ വാക്കിൽ, നീട്ടിയല്ല. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നേരെ ഒന്ന് പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറഞ്ഞാൽ ക്ഷമിക്കത്തില്ലെന്ന് പറയാൻ കാരണം, നമ്മൾ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. കർത്താവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. യേശുവിന്റെ ആത്മാവായതുകൊണ്ട് ഒറ്റ വാക്കി ഞാൻ ഉത്തരം പറഞ്ഞു. നിങ്ങൾ ഒത്തിരി വാക്കിൽ ഉത്തരം പറഞ്ഞു. ഒറ്റ വാക്കി പറയാം, ദൈവവുമായിട്ട് എന്നെ കണക്ട് ചെയ്യുന്ന മെയിൻ ഘടകം പരിശുദ്ധാത്മാവ്. ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം നിങ്ങൾ വചനങ്ങൾ പറഞ്ഞു, നമ്മളെപ്പോഴും ആ ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് വസിക്കുന്നു, മന്ദിരമാണ്. പക്ഷെ ഒറ്റ കാരണം,
ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം പരിശുദ്ധാത്മാവ്. എന്നെ സ്വർഗവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഈ കണക്ഷൻ്റെ അകത്ത് ബ്രേക്ക് ഉണ്ടാവും. റേഞ്ച് കട്ടായാൽ പിന്നെ മൊബൈലിന് ഗുണമൊന്നുമില്ല. എത്ര വില കൂടിയ മൊബൈലാണെങ്കിലും റേഞ്ച് കട്ടായാൽ പിന്നെ അതിന് ഗുണമില്ല. എനിക്ക് സ്വർഗവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എൻ്റെ നിലനിൽപ്പ്. ദൈവവുമായിട്ട് എൻ്റെ കണക്ഷനാണ് പരിശുദ്ധാത്മാവ്. ഇത് പോയി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ബന്ധം പോയാൽ തീർന്നു. ആമേൻ. എന്നിട്ട് ഇതെല്ലാം കർത്താവ് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നോക്കിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നിങ്ങൾ പള്ളിയിലും കോയ്മകളിലും അധികാരങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്തോ പ്രതിപാദിക്കും നിങ്ങൾ പറയുന്നത് വിചാരിക്കേണ്ട. ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ എത്ര വലിയവരുടെ മുമ്പിൽ പോയാലും, എത്ര രാജാക്കന്മാരുടെ മുമ്പിൽ പോയാലും, എത്ര അധികാരികളുടെ മുമ്പിൽ പോയാലും നിങ്ങൾ പേടിക്കേണ്ട. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനേക്കാൾ വലിയ ഒരു രാജാവുമില്ല, ഒരധികാരിയുമില്ല, ഒരു ശക്തനുമില്ല, ഒന്നുമില്ല. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതേ. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുരുഷാരത്തിൽ ഒരുത്തൻ, നോക്കിക്കേ, പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരു, ഞാനും അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുവാണേ. വലിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ഒരുത്തൻ വന്നിട്ട് പറയുക, കർത്താവ്, എൻ്റെ സഹോദരനോട് അങ്ങൊന്ന് സംസാരിക്കണം. എന്താണെന്നറിയാവോ? ഞങ്ങളുടെ സ്വത്തിൻ്റെ അകത്ത് ഒരു നീക്കുപോക്ക് ഉണ്ടാകണം. ഉടനെ കർത്താവ് പറയണം അവനോട്, അവർ, മനുഷ്യ, എന്നെ നിങ്ങൾ ന്യായകർത്താവായി പങ്കിടുന്നുവോ? ആക്കിയവൻ ആരെന്ന് ചോദിച്ചു. കർത്താവ് ചോദിക്കുകയാണ്, ഇത്രയും വലിയ വചനം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് നീ വീടിൻ്റെ അകത്ത് സ്വത്ത് തർക്കത്തിൻ്റെ കാര്യത്തിൽ എന്നെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി ആളെ വിളിക്കുന്ന ആളായിട്ടാണ് കണ്ടിരിക്കുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണേ. കർത്താവ് ചിലയിടങ്ങളിൽ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് കർത്താവ് പറയുകയാണെ, പിന്നെ അവരോട്, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തൻ സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഇപ്പോഴും നമ്മൾ ഈ സ്വോത്രകാഴ്ചയൊക്കെ എടുക്കുന്ന സമയത്ത്, ഓഫറിങ്ങുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ദശാംശങ്ങൾ സുവിശേഷ വേലയിലേക്കൊക്കെ വേണമെന്ന് പലയിടങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ വിമർശകരായിട്ടുള്ള ആൾക്കാർ പൊതുവേ പറയും ദ്രവ്യാഗ്രഹമാണെന്ന് പറയും. കണ്ടോ, ഇവരെല്ലാം കാശെല്ലാം മേടിച്ചുകൊണ്ട് എന്ത് ചെയ്യുവാണ്, അവരുണ്ട് ഭയങ്കര പരിപാടി. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് രണ്ട് കാര്യം പ്രധാനമായിട്ട് ആവശ്യമുള്ളതാണ്. ഒന്ന് ആരോഗ്യം, രണ്ട് സമ്പത്ത്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ആരോഗ്യവും സമ്പത്തും. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബ്രദറെ, ദൈവരാജ്യത്തിൽ വരുമ്പോഴേക്കും നമുക്ക് എന്തിനാണ് കർത്താവ് ഈ ഭൗതിക കാര്യത്തിൽ ഇത്രയും കാര്യം? ശ്രദ്ധിച്ചോണേ, എനിക്കിപ്പോൾ ആരോഗ്യം ദൈവം തന്നതുകൊണ്ടാണ് എല്ലായിടത്തും പോയി സുവിശേഷം പറയാൻ കഴിയുന്നത്. ഇപ്പം ഞാൻ തളർന്ന് കിടക്കുവാന്ന് വിചാരിച്ചു, രോഗിയായി തളർന്ന് കിടക്കുക, എനിക്ക് ആരോഗ്യമില്ല. രോഗിയായി കിടക്കുന്ന സമയത്ത് എൻ്റെ കുടുംബത്തിൻ്റെ സകല സമ്പത്ത് വ്യവസ്ഥയും തകരുക, അല്ലേ? എനിക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ല, എനിക്ക് ഒരാളുടെ പരസഹായം ആവശ്യമായി വരും, എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ കുടുംബം നോക്കാൻ കഴിയത്തില്ല, ഞാൻ സാമ്പത്തികമായിട്ട് എന്തു ചെയ്യും? അവർ തകർന്നു പോകും. അപ്പോൾ ആരോഗ്യം പ്രധാന ഘടകമാണ്. രണ്ട്, ആരോഗ്യം പ്രധാന ഘടകമാകുന്നത് പോലെ തന്നെ സമ്പത്തും പ്രധാന ഘടകമാണ്. ഞാൻ പറഞ്ഞു തരാം. ബൈബിൾ നിങ്ങൾ മുഴുവൻ നോക്കുന്ന സമയത്ത് അബ്രഹാം മുതൽ മുഴുവൻ ആളുകൾക്കും ദൈവം സമൃദ്ധി കൊടുത്തു. എന്തിനാണെന്നറിയാവോ? ഈ ഹെൽത്തും വെൽത്തും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്, ആരോഗ്യവും സമൃദ്ധിയും. ആമേൻ. ദൈവം നമ്മളെ സമൃദ്ധമായിട്ടാണ് എപ്പോഴും അനുഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് വേണ്ടി സകല സമൃദ്ധിയും തന്നിരിക്കുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിൽ മുഴുവൻ നോക്കുമ്പോൾ താഴേക്ക് ഞാനത് പറഞ്ഞു തരാം. ഇപ്പോൾ എനിക്ക് ആരോഗ്യമുള്ളത്, അപ്പോൾ എൻ്റെ ഗുണം ഞാൻ പറഞ്ഞു തരാം. എനിക്ക് സുവിശേഷവുമായിട്ട് എല്ലായിടത്തും പോകാൻ പറ്റും. ഇനി സുവിശേഷ വേലയ്ക്ക്, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് എന്ത് ആവശ്യമാണ്? ഫിനാൻസ് ആവശ്യമാണ്. അപ്പോൾ ഒരു ചോദ്യം, ദൈവത്തിന് കാശൊന്നുമില്ലേ? ചിലരുടെ ചോദ്യം ഇതാണ്. ദൈവത്തിന് ഇഷ്ടംപോലെ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. പക്ഷെ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. നിങ്ങൾക്ക് ഉദാഹരണം പറയാം. നമ്മൾ ഈ കൃഷി നിങ്ങൾ നടത്തുവാന്ന് വിചാരിച്ചു. നിങ്ങൾ കൃഷി ചെയ്ത് വലിയൊരു കൃഷിക്കാരനായിട്ട് മാറുമ്പോൾ അവിടെ നെല്ല് വിതച്ചു. ആ നെല്ല് വിതച്ചിട്ട് നിങ്ങളത് മുഴുവൻ കളപ്പുരയെ കൊണ്ട് ശേഖരിച്ചു വെക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, വീട്ടിൽ നല്ല ഒന്നാന്തരം നെല്ല് പുര ഉണ്ടായിട്ട്, കളപ്പുര ഉണ്ടായിട്ട്, പിന്നെ നിങ്ങൾ 1 കിലോ 2 കിലോ 10 കിലോ അരി മേടിക്കാൻ വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾ പോവോ? വീട് നിറച്ചും നിങ്ങൾക്ക് അരിയുണ്ട്, പോവോ? ഇല്ല, പോകത്തില്ല.
കാര്യം എൻ്റെ വയൽ മുഴുവൻ നിറച്ച് നല്ല ഒന്നാന്തരം അരിച്ചാക്കുകളിൽ നിന്ന് ഞാൻ അരി മുഴുവൻ എടുത്ത് എൻ്റെ കളപ്പുരയിൽ വെച്ചിട്ട് ഞാൻ പിന്നെ അരി മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നുണ്ടെങ്കിൽ കടക്കാർ ചോദിക്കും നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലേന്ന് ചോദിക്കും. അപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ വിതയ്ക്കുന്നത്. എനിക്ക് ദൈവരാജ്യത്തിൽ ഞാൻ കൊടുക്കുന്നത് കിട്ടാൻ വേണ്ടി കൊടുക്കുവല്ല, പകരം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. അപ്പോൾ എൻ്റെ കളപ്പുരകളെ അവൻ നിറച്ചിരിക്കുന്ന ദൈവമാണ്. എൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ശാപത്തെ 2 കൊരിന്ത്യർ 8:9 പറയുന്നു, ക്രൂശിൽ യേശു വഹിച്ചതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഞാൻ ബഹുസമ്പന്നനാണ്. ആ വാക്ക് ഞാൻ എടുത്തു പറയാം. പ്രത്യേകിച്ച് ഈ വാക്യം എടുക്കുമ്പോൾ വിമർശിക്കാൻ നോക്കുന്നവരുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ കാണുമായിരുന്നു, എനിക്കറിയാവുന്ന വളരെ സ്നേഹിതനായ ഒരു മനുഷ്യനിപ്പം നമ്മളിടുന്ന വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ വിമർശിക്കുക. കർത്താവിൻ്റെ കൃപയാൽ എനിക്ക് അദ്ദേഹത്തോട് പരാതിയൊന്നുമില്ല. പല സാക്ഷ്യങ്ങളും വചനങ്ങളും ഒക്കെ എടുത്ത് ചിലപ്പം അത് കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടെ. 2 കൊരിന്ത്യർ 8:9 പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ? കണ്ടോ? അപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെൽത്തും ഹെൽത്തും ആവശ്യമാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച സമയത്ത് കർത്താവിൻ്റെ മുറിവിനാൽ സൗഖ്യവും ആരോഗ്യം വന്നിരിക്കുന്നു. അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിലേ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് ഓടാൻ കഴിയത്തുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഓടി തളർന്ന് രോഗത്താൽ ഇരിക്കുന്ന വ്യക്തി പറയുക, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് രോഗമായതുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കണ്ടോ? അപ്പോൾ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ? ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ സുവിശേഷ വേലയിൽ? അതെ. ഇനി ആരോഗ്യം മാത്രം പോരാ, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നന്മ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വിതയ്ക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുണ്ട്, ഒരിക്കലും കിട്ടാൻ വേണ്ടി ആരും വിതയ്ക്കരുത്, കിട്ടിയത് കൊണ്ടാണ് വിതയ്ക്കുന്നത്. അപ്പോൾ ബ്രദറെ ചോദ്യം, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിക്കാൻ പറഞ്ഞതോ? ആദ്യം മുതൽ കേട്ടോണേ. ആദ്യം യേശു പറയുന്നു, ദേഹിയെ കൊന്ന് നരകത്തിലേക്കിട്ട് ആ ദൈവത്തെ ഭയപ്പെടണം. എന്നിട്ട് രണ്ടാമത് കർത്താവ് പറയുന്ന വാക്കുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഈ ലോകത്തിൽ നിങ്ങളുടെ ഒരു തലമുടി നാര് കൊഴിയുന്നത് പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് വരുമ്പോൾ യേശുക്രിസ്തുവിനക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നത് പറയുന്നത്, എൻ്റെ സഹോദരനോട് കുറച്ച് വിഷയമുണ്ട്, സ്വത്ത് തർക്കമുണ്ട്. തമ്പുരാൻ ചോദിക്കുക, ദ്രവ്യാഗ്രഹി നീ കേട്ടോ? അപ്പോൾ എന്താ കർത്താവേ? അയാൾ ചോദിച്ച ന്യായമല്ലേ? അപ്പൻ്റെ സ്വത്തിന് മക്കൾക്ക് അവകാശമുണ്ടല്ലോ, അതൊന്ന് തീർപ്പായി കൊടുക്കാൻ വേണ്ടിയല്ലേ? അവൻ്റെ ശ്രദ്ധ പോയത് വചനത്തിലേക്കല്ല. അവിടെ യേശു പറയുന്നത്, നിന്നെ നടത്തുവാൻ കഴിവുള്ള ദൈവം, നിന്നെ നടത്തുവാൻ കഴിവുള്ള ദൈവം. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക, ശ്രദ്ധിച്ച് കേട്ടിരുന്നോണേ. ആമേൻ. ഈ ദിവസങ്ങളിൽ ഈ വിമർശകർ ഈ വചനം എടുക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്താണെന്നറിയാവോ? ഈ പിശാചിന് അറിയാത്തൊരു തന്ത്രമുണ്ട്, പിശാചിന് അറിയാത്ത ദൈവത്തിൻ്റെ വലിയൊരു തന്ത്രമുണ്ട്. ഈ വിമർശിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് അനേകരിത് കാണും. അതിൻ്റെ അകത്ത് വിമർശകരുമുണ്ട്, സത്യം അന്വേഷിക്കുന്നവരുമുണ്ട്. അവരൊക്കെ എന്തു ചെയ്യും? ഇത് കൂടുതൽ എത്തിക്കുവാൻ ദൈവം ഇടയായിത്തീരും. നോക്കിക്കേ, ഒരു ഉപമ യേശു പറയുവാണേ. ധനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ചെയ്യേണ്ടത് എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഇന്ന് എന്തു ചെയ്യുന്നറിയാവോ? എൻ്റെ കളപ്പുരകളൊക്കെ പൊളിച്ച് അധികം വലിയവ പണിയും, എൻ്റെ വിളവും വസ്തുവൊക്കെയും അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, എനിക്ക് ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുക്കൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക. നോക്കിക്കേ, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ അവനോട്, അപ്പോൾ ഒരാൾ പറയുവാണ്, എനിക്ക് ഒത്തിരി കൃഷി ഇപ്പോൾ വന്നു, കൃഷി അങ്ങോട്ട് ഡെവലപ്പായി, ഇപ്പോൾ എൻ്റെ 10 ചാക്ക് അരി വെക്കുന്ന എൻ്റെ കളപ്പുര അങ്ങോട്ട് ഇട പോരാ, ഞാനപ്പോഴേക്ക് 20 ചാക്ക് വെക്കുന്ന കളപ്പുര വലുതാക്കി വെച്ചു. പുള്ളി സ്വയം പറയുവാണ്, ഓ എന്തോ ഒരു അനുഗ്രഹമാണ്, എനിക്കിഷ്ടം പോലെ ഇത് അരി കിട്ടി, നെല്ല് കിട്ടി, അരിച്ചാക്ക് കിട്ടി, മുഴുവൻ നിറച്ചു. പുള്ളി അത് മുഴുവൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു പുള്ളിയുടെ കളപ്പുരകൾ. എന്നിട്ട് താഴെ ആ മനുഷ്യൻ പറയുവാണ്, എടുത്ത വാക്യത്തിൽ പറയുന്നു, ആശ്വസിച്ചിട്ട് പറയുന്നു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പുള്ളിയുടെ മനസ്സ് മൊത്തം അറിയാവോ? തിന്നുക, കുടിക്കുക, തീരുക. പ്രത്യേകിച്ച് ഈ സുവിശേഷം ത്യജിക്കുന്ന മറ്റ് കൺട്രികളിൽ, മറ്റ് രാജ്യങ്ങളിൽ ഇപ്പം നിങ്ങൾ നോക്കിയത് അവരുടെ ഒരു തിയറി ഇതാണ്, ജീവിക്കുക, അങ്ങോട്ട് തിന്നാനും കുടിക്കാനും ജീവിക്കുക, ഒറ്റ ജീവിതമുള്ളൂ, തിന്ന് കുടിച്ച് സുഖിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? മരിക്കുക. ഇതൊരു തിയറി അന്നും ഇന്നും ഉണ്ട്. ഈ തിയറി സുഖിച്ച് ജീവിക്കുക എന്ന് പറയും. എൻ്റെ അർത്ഥം, നാളത്തേക്ക് ഒന്നും നോക്കണ്ട, ദൈവവും വേണ്ട, ഒന്നും വേണ്ട, തിന്നുക, കുടിക്കുക, ജീവിക്കുക, ആഘോഷിക്കുക. ജീവിതം സെലിബ്രേഷൻ അല്ല പ്രിയരെ, ഇതിന് ശേഷം ഒരു നിത്യജീവൻ ഉണ്ട്. ഞാൻ താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്ന വാക്ക് നോക്കിക്കോണേ. മൂടാ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണൻ നിന്നോട് ചോദിക്കുന്നു, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കെന്ന് പറഞ്ഞു. കണ്ടോ? യേശുക്രിസ്തു ഒരു വാക്ക് പറയുകയാണേ, നീ തിന്ന് കുടിച്ച് സന്തോഷിച്ച് കളപ്പുരയൊക്കെ വലുതാക്കിയിട്ട് നടക്കുമ്പോൾ കർത്താവ് മൂടാ, ഇന്ന് നീ മരിച്ചു പോയാൽ,
കണ്ടോ, നീ എവിടെ ചെല്ലും? ഇതാണ് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞ ധനവാന്റെ ലാസറിൻ്റെ ഉപമ പറയുന്നുണ്ടല്ലോ. ഒരുത്തൻ നരകത്തിലോട്ട് പോകുന്നു, ലാസർ അബ്രഹാമിൻ്റെ മടിയെന്നറിയപ്പെടുന്ന പാതാള പർദീസയിലേക്ക്. ഇപ്പോൾ ആ പാതാള പർദീസ ഇല്ല, അവതെല്ലാം കർത്താവ് ക്ലോസ് ചെയ്തു. ഇപ്പം നിത്യത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എഫേസിലെ ഇന്നാൾ ഞാൻ പറഞ്ഞായിരുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയി. ആമേൻ. അപ്പം ബൈബിൾ ചോദിക്കുന്നു, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണൻ പോയാൽ, നീ എക്സ്റ്റെൻഡ് ചെയ്ത് കളപ്പുരയൊക്കെ വലുതാക്കി തിന്ന് കുടിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ നീ ഇപ്പം മരിച്ചു പോയാൽ നീ എവിടെ പോകും? ഇത് നിൻ്റെ അകത്ത് ചിന്ത വേണം. ഇതാരോടായി മറുപടി? ഒരാൾ ചോദിക്കുവാണ്, വലിയ വചനം പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് സ്വത്ത് തർക്കത്തെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി യേശുവിനെ വിളിക്കാമെന്ന് നിൽക്കുക. കാര്യം യേശു പറഞ്ഞ സഹോദരൻ കേൾക്കുന്നൊരു ചിന്ത അവനുണ്ട്. അവനോട് പറയുകയാണ്, ദ്രവ്യാഗ്രഹി, നീ ആദ്യം കേക്ക്. എന്നാ കേൾക്കേണ്ടതെന്നറിയാവോ? നീ അതൊരു ഉദാഹരണം ഉപമയായിട്ട് യേശു പറയുകയാണ്. ഒരുത്തൻ വലിയ കളപ്പുര ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ നിറച്ചിട്ട് അവൻ തിന്ന് കുടിച്ച് സുഖിച്ചിരുന്നിട്ട് പറയുവാണ്, ഞാൻ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയുക, ഇന്ന് ഈ രാത്രി നീ മരിച്ചു പോയെന്നിരിക്കട്ടെ, നിങ്ങൾ എവിടെ പോകും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷയുടെ അനുഭവം, സ്നാനം, വിശ്വാസം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിൻ്റെ പ്രാണനെ ഒരു ചോദ്യം ചോദിക്കുമോ, നിൻ്റെ പ്രാണൻ എവിടെ പോകും? അയ്യോ, നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഇതാണ് ഈ ദ്രവ്യാഗ്രഹം യേശു പറഞ്ഞത്. അല്ലാതെ സ്വോത്രകാഴ്ച പിരിക്കുന്ന കാര്യമല്ല ഇവിടെ യേശു പറയുന്നത്. ദൈവകാര്യത്തിൽ നീ സമ്പന്നനാകാതെ നീ കുറേ സമ്പാദിച്ചിട്ട് എന്തു പ്രയോജനം? ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന എനിക്ക് ഒത്തിരി പേര് ഒരു സമയത്ത്, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ പ്രത്യേകിച്ച് നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ മനസ്സിൻ്റെ അകത്ത് വിമർശകരെ ഭയമായിരുന്നു. വിമർശകരെ ഭയങ്കരമാണ്. വെച്ചാൽ ഈ ആളുകൾ എന്ത് വിചാരിക്കും. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, വിതയ്ക്കുന്നത് കൊണ്ടൊരു ഗുണം, ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു, അവരെ അനുഗ്രഹത്തിൻ്റെ അകത്തുനിന്ന് വിതയ്ക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി പേരോട് സുവിശേഷം പറയാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ കേരളത്തിൽ നടന്ന പ്രാർത്ഥനകൾ വളരെ ബ്ലസ്സഡ്. അതിൻ്റെ അകത്ത് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരുടെ പങ്ക് വളരെയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വിതയ്ക്കാൻ പറ്റിയില്ലേ? ആമേൻ. അല്ലെങ്കിൽ എന്നാ പറ്റുമോ ബ്രദറെ, ഞങ്ങൾക്ക് കാശൊന്നുമില്ല, ഞങ്ങളിങ്ങനെ തട്ടിയും മുട്ടിയും ജീവിക്കുക, ദൈവത്തോട് അല്ല, ദൈവകാര്യത്തിൽ നിങ്ങൾ സമ്പന്നരാകണം. നോക്കിക്കേ, ദൈവ വിഷയത്തിൽ സമ്പന്നരാകണം. ദൈവ വിഷയത്തിൽ സമ്പന്നനാകാതെ. അപ്പോൾ എന്താണ് ഈ ദൈവ വിഷയം? അതാണ് തൊട്ട് മുകളിലത്തെ വാക്യത്തിൽ ആദ്യം യേശു പറഞ്ഞു, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ശരീരത്തെ കൊന്നിട്ട് പ്രാണനെ നരകത്തിലിടാൻ കഴിവുള്ള ദൈവം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ദൈവ കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാകണം. അത് കല്യാണം വന്നോട്ടെ, ആഘോഷങ്ങൾ വന്നോട്ടെ, ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ വന്നാലും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്ഥാനം ദൈവത്തിനാണ്. അത് കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ പരിപാടിയുള്ളൂ. ദൈവകാര്യത്തിൽ സമ്പന്നനാകണം. അപ്പം എന്താ ദൈവകാര്യം? പറഞ്ഞു തരാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളൊരു ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് സാലറി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലി ആയിക്കോട്ടെ, നിങ്ങളിപ്പം സാധാരണ ഒരു വലിയ കളക്ടർ ആയിക്കോട്ടെ, ചെറിയ ജോലിയോ വലിയ ജോലിയോ ആയിക്കോട്ടെ, ഏത് ജോലിയോ ആയിക്കോട്ടെ, എപ്പോഴും ഓർത്തോണേ, ദൈവം എനിക്ക് ആരോഗ്യം തന്നു, കഴിവ് തന്നു, മിടുക്ക് തന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ മിടുക്കനായി തീർന്നിരിക്കും. ഇതെല്ലാത്തിൻ്റെയും കാരണം ദൈവമാണ്. അപ്പം ദൈവം തന്നതുകൊണ്ടാണെന്നുള്ള ബോധം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാവോ? ഇതൊന്നും നഷ്ടപ്പെടുമെന്നുള്ള പേടിയില്ല. മനസ്സിലായെന്നുണ്ടോ? ദൈവം തന്നതിൻ്റെ മേൽ ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം ഉദാഹരണം പറയുക, കർത്താവ് എനിക്കിപ്പം തലമുറയെ തന്നു, ദൈവം എനിക്ക് വാഹനം തന്നു. രണ്ട് ഉദാഹരണം പറയുകയാണ്. ദൈവം എനിക്ക് നല്ല ജീവിതം തന്നു. ഒരു ടെൻഷൻ, ഇയ്യോബിനുണ്ടായ ഒരു ടെൻഷൻ ഞാൻ പറഞ്ഞു തരാം. ഇയ്യോബിന് ദൈവം അനുഗ്രഹിച്ചു. ഇയ്യോബിനെ അനുഗ്രഹിച്ച സമയത്ത് ഇയ്യോബിൻ്റെ മനസ്സിൻ്റെ അകത്തൊരു ഭയം ഉണ്ടായിരുന്നു. എന്താ ഭയം എന്നറിയാവോ? ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. കണ്ടോ? എൻ്റെ കൂടെ പറഞ്ഞ്, ഇയ്യോബ് ഭയപ്പെട്ടത് ഇയ്യോബിന് സംഭവിച്ചു എന്ന് പറ. ഇവിടെ യേശുക്രിസ്തു പറയുന്ന വാക്കുകൊണ്ട് ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, എന്തിനെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയം ശ്രദ്ധിച്ചു നോക്കി. ദൈവം തന്നതാണെങ്കിൽ ദൈവം സൂക്ഷിക്കും. ദൈവം തന്നതുകൊണ്ട് ദൈവം സൂക്ഷിക്കും. ദൈവം എനിക്ക് ആരോഗ്യം തന്നതുകൊണ്ട് തമ്പുരാൻ എൻ്റെ ശരീരത്തെ സൂക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് ഭയമില്ല. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? കണ്ടോ? ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്.
അപ്പോൾ ദൈവ വിഷയത്തിൽ സമ്പന്നനാകുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധം, ചിലർക്ക് പേടിയാണ് പ്രാർത്ഥനയ്ക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഉള്ളത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ സാക്ഷ്യം വരുമ്പോൾ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമ്പോൾ ആ വീഡിയോ ഓണാക്കി ധൈര്യത്തോടെ നിങ്ങൾ സാക്ഷ്യം, കുടുംബത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ബ്രദറെ, എൻ്റെ കുടുംബത്തിൽ വലിയ വിഷയമുണ്ട്, നാളെ കർത്താവ് അത് അനുകൂലമാക്കും കേട്ടോ. ചിലപ്പോൾ പറയും ബ്രദറെ എനിക്ക് ഭർത്താവ് ചിലപ്പം പ്രതികൂലമാണ്, പിള്ളേരിപ്പോൾ അനുകൂലമല്ല, അതുകൊണ്ട് എനിക്കത് പബ്ലിക്കായിട്ട് പറ്റത്തില്ല, സാരമില്ല, നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് കൂട്ടിക്കൊണ്ട് വരും. ആമേൻ. അപ്പോൾ നമ്മളൊരു സാക്ഷ്യം പറയും, ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്തു എന്ന് പറയുമ്പോൾ മടി കൂടാതെ ഞാൻ യേശുവിനെ ഉയർത്തുവാണ്. ദൈവീകമായി സമ്പന്നനാകാതെ നോക്കിക്കേ, തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം, ഇതാണ് ദ്രവ്യാഗ്രഹം. പല ആൾക്കാരും പറയും ഒത്തിരി പൈസ വന്നാൽ നമ്മൾ നെഗളിച്ചു പോകും. കണ്ടിട്ടുണ്ടോ ഒരു ഉപദേശം? ഒത്തിരി നന്മ വന്നാൽ നെഗളിച്ചു, അങ്ങനെയാണ് അബ്രഹാം നെഗളിച്ചു പോകേണ്ടതല്ല. അബ്രഹാമിനെ പറ്റി പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 13 പറയുന്നു, പൊന്ന് വെള്ളി എന്നീ വകയിൽ അബ്രഹാം ബഹു സമ്പന്നൻ. അങ്ങനെ ഒരു വാക്ക് വേറെ ആരെപ്പറ്റിയും പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, അബ്രഹാം സമ്പത്ത് കൂടിയപ്പോഴേക്കും നെഗളിച്ചു പോയോ? ഒന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അനുഗ്രഹം കൂടുമ്പോൾ, സമ്പത്ത് കൂടുമ്പോൾ നെഗളം വരണമെങ്കിൽ ആദ്യം വീഴേണ്ടത് അബ്രഹാമാണ്. രണ്ടാമത് യോസേഫാണ് ആദ്യം രണ്ടാമത് വീഴേണ്ടത്. കൊട്ടാരത്തിൽ എല്ലാ സമൃദ്ധിയും, തൻ്റെ സഹോദരന്മാർ ദേശത്തിൽ ക്ഷാമം ഉണ്ടായപ്പോൾ അവർക്ക് നല്ല ഒന്നാന്തര സ്വർണവും വെള്ളിയും കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ, വിത്ത് കൊടുക്കാൻ, എല്ലാത്തിനും യോസേഫ് സമ്പന്നനായിരുന്നു. ബൈബിളിൽ പറഞ്ഞു സമ്പത്ത് കൂടിയപ്പോഴേക്കും യോസേഫിന് നെഗളം കൂടിയെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പം നമ്മൾ തന്നെ ഒരു സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ സമ്പത്തിനെ ഭയപ്പെടരുത്. സമ്പത്ത് ദൈവം തരുന്നതാണ്. സമ്പത്ത് ലഭിക്കുമ്പോൾ മനസ്സുകൊണ്ട് പറയരുത് ഇത് മൊത്തം എൻ്റെ മിടുക്കാന്ന് പറയരുത്. തമ്പുരാൻ എനിക്ക് ദാനം തന്നതാണ്, ഇതെനിക്ക് തമ്പുരാൻ തന്ന വിളയാണ്, ഇത് ഞാൻ ആഹാരം ഭക്ഷിക്കുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ വിതയ്ക്കുന്നവനുമായി തീരും. കണ്ടോ? ആമേൻ. മറ്റവൻ പറയുവാണ് എനിക്ക് ഒത്തിരി കളപ്പുര കിട്ടി, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അവനെപ്പറ്റി ദ്രവ്യാഗ്രഹി. കണ്ടോ? ഇപ്പം നമ്മൾ ഈ വ്യാഖ്യാനങ്ങളെല്ലാം എടുത്തിട്ട് തെറ്റായ ആളുകൾ വ്യാഖ്യാനിച്ച് എല്ലാ കാര്യങ്ങളും തിരിച്ചു മറിച്ച് കുഴച്ച് വെച്ചിരിക്കുക. ഇതെല്ലാം കേട്ട് പാവപ്പെട്ട ആൾക്കാർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ പിന്നെ പേടിയാണ്. അയ്യോ പിശാച് മൊത്തം കൊണ്ടുപോകും, നെഗളം വരും. എൻ്റെ പ്രിയരെ, ഒരു കാര്യം ഓർത്തോണേ, കർത്താവ് എനിക്ക് നന്മ തരുന്നത് സുവിശേഷം എന്നീ ജീവിതത്തിൽ ലോകത്തിൽ വളരാൻ വേണ്ടിയാ. ആമേൻ. സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കും വ്യാപ്തിക്കും വേണ്ടിയ തമ്പുരാൻ ഇത് തരുന്നു. തമ്പുരാന് വേണമെങ്കിൽ ഇത് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമ്മുടെ അനുഗ്രഹത്തിലൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തിനാ ബ്രദറെ കർത്താവ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെക്കൊണ്ട് തമ്പുരാൻ എന്തിനാ വിതപ്പിക്കുന്നത്? ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങളെ കാണുന്നവർ പറയണം ദൈവം അനുഗ്രഹിച്ചതുകൊണ്ട് എനിക്ക് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യാൻ പറ്റി. കണ്ടോ? അല്ലാതെ 1 വെച്ചാൽ 2 കിട്ടും, 3 വെച്ചാൽ ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ചിലർ അങ്ങനെ പറയാറുണ്ട്, ഈ അങ്ങോട്ട് വിതയ്ക്ക് കർത്താവ് തരും. വിതയ്ക്കാൻ വേണ്ടി തമ്പുരാൻ വിത്ത് നമുക്ക് തമ്പുരാൻ തന്നിരിക്കുക. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഇന്നത്തെ വിഷയം സ്വോത്രകാഴ്ചയല്ല, പകരം ഈ ഒരു വിഷയം വരുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? ഇതെടുത്ത് അങ്ങോട്ട് പറയും ദ്രവ്യാഗ്രഹം. ഇനി താഴേക്ക് നോക്കുമ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നിട്ട് പറയാണ്, അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടേണ്ട. അതുകൊണ്ടോ ഇത്രയും 12-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ വായിച്ചാലേ 22-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം തന്നെ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കഴിക്കുന്ന കാര്യത്തിലോ ഉടുക്കുന്ന കാര്യത്തിലോ വിചാരിക്കണം. അപ്പോൾ ചിലർ പറയാറുണ്ട്, കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് ഉടുക്കുമെന്ന് വിചാരപ്പെടേണ്ട, അതുകൊണ്ട് ഉള്ളത് മതി എന്ന് ബൈബിളൊരു വാക്യമുണ്ട്. ഉള്ളത് മതി. അപ്പം നമ്മുടെ ചിന്തയിൽ എനിക്ക് ഒരു ഉടുപ്പോ ഉള്ളൂ, ആകെ എനിക്ക് എന്താ ഒരു നാഴി അരിയേ ഉള്ളൂ, കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഉള്ളതിനെ പറ്റി അല്ല ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾ ഈ വാക്യം വായിച്ച് എല്ലാവരും അടുത്ത ഒരു തെറ്റിദ്ധാരണയാണ്, എന്തുണ്ടും എന്ത് കൊടുക്കുമെന്ന് വിചാരപ്പെടേണ്ട, ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കിന് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിൻ്റെ പാഠ്യശാലയിലേക്ക് കളപ്പുരയിലേക്കില്ല. ഇതെല്ലാം പറയുന്നത് ആരെപ്പറ്റിയാണെന്നറിയാവോ? ഒരാൾ പറയുവാണ് ഞാൻ തിന്ന് കുടിച്ച് ആനന്ദിക്കാൻ വേണ്ടി പോകുന്നു. മറ്റൊരാൾ പറയുന്നു, കർത്താവേ ഞാൻ എൻ്റെ വീട്ടിൽ സ്വത്ത് തർക്കമാണ്, എൻ്റെ ആങ്ങൾ എനിക്ക് സ്വത്ത് തരുന്നില്ല, അവൻ്റെ എങ്ങനെയെങ്കിലും മേടിച്ചു തരണം. പ്രിയരെ, നിങ്ങൾ വിചാരപ്പെടേണ്ട, തമ്പുരാൻ അത് തരുമെന്ന് അതിൻ്റെ അർത്ഥം. നീ ദൈവകാര്യത്തിൽ ഇരിക്കുക.
ദൈവസന്നിധിയിൽ വചനത്തിൽ വിശ്വസിച്ചിരിക്കുക. ഇനി ആരെതിർത്താലും അത് മൊത്തം നമുക്കറിയാം. യാക്കോബിൻ്റെ അകത്തൊരു ഭയമുണ്ടായിരുന്നു. തൻ്റെ സഹോദരൻ ഏശാവ് തന്നെ വഴിമധ്യേ തൻ്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കൊന്ന് എല്ലാം നശിപ്പിക്കുന്നൊരു ഭയമുണ്ടായി. അന്ന് രാത്രി താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു മൽപ്പിടുത്തം ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ യാക്കോബിൻ്റെ അകത്തൊരു ഭയമുണ്ടായി. തൻ്റെ സഹോദരൻ തന്നെ കൊല്ലുമോ, അങ്ങനെ വാക്ക് പറഞ്ഞു, തൻ്റെ സഹോദരനെ കൊല്ലുമോ. അവൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവിടെ കൊന്നില്ല, പകരം അനുകൂലമായി കൊല്ലാൻ വന്ന സഹോദരനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, വലിയ നിലവിളിയായി. നിങ്ങളുണ്ടോ? ഒന്ന് കലച്ചു നോക്കി. കൊല്ലാൻ വന്ന സഹോദരൻ യാക്കോബ് ദൈവസന്നിധിയിൽ തലേ ദിവസം ഇരുന്നപ്പോൾ പിറ്റേ ദിവസം എതിർത്തവൻ അനുകൂലമായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് യേശു പറഞ്ഞത്, ദൈവകാര്യത്തിൽ സമ്പന്നനാകു നീ, ബാക്കിയെല്ലാം അനുകൂലമായി വരുമെന്നേ. ബാക്കിയെല്ലാം അനുകൂലമായി വരും. ചിലരുണ്ട് ബ്രദറെ, പ്രാർത്ഥന എനിക്കിപ്പോൾ സമയമൊന്നുമില്ല. സമയം കണ്ടെത്തണം. ദൈവകാര്യത്തിൽ സമ്പന്നനായാൽ ദൈവം വഴികളെ തുറക്കും. വിമർശിച്ചിട്ട് കാര്യമില്ല. ദൈവകാര്യത്തിൽ സമ്പന്നനായാൽ ദൈവം വഴികളെ തുറക്കും. എന്നിട്ട് പറയാണ്, ആകാശത്തിലെ പറവയെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, ദൈവം അവയെ പോറ്റി പുലർത്തുന്നു. പറവയേക്കാൾ നിങ്ങൾ വിശേഷത ഉള്ളവരത്രേ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ ഒരു മൂടം കൂടുന്നുമില്ല, കുറയുന്നുമില്ല. ആകയാൽ ഏറ്റവും ചെറിയവന് ഈ കാര്യത്തെപ്പറ്റി താഴോട്ട് വരുമ്പോൾ നമുക്കറിയാം. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നിങ്ങൾ വാക്യം മുഴുവൻ വായിച്ചാൽ മതി. ഇന്നുള്ളതും നാളെ അടുപ്പിലുന്ന വയലിലെ പുല്ല് ഇങ്ങനെ ചമച്ച് ദൈവം അല്പവിശ്വാസി എത്ര അധികം. എന്നിട്ട് താഴേക്ക് വരുന്നു, എന്തുണ്ണും എന്നൊക്കെ. ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നോക്കിയേ, ഇവയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു, നിങ്ങളുടെ പിതാവോ ഇവയൊക്കെയും ആവശ്യമെന്ന് അറിയുന്നു. നോക്കിക്കേ, അപ്പോൾ എൻ്റെ ഉണ്ണാനും ഉടുക്കാനും ഉള്ളതൊക്കെ വരുന്നത് എവിടുന്നാ? ഇവയൊക്കെയും ആവശ്യമെന്ന് അറിയുന്നു. ഇതെല്ലാം വരുന്നത് എവിടുന്നാ? പറ, എവിടുന്നാ വരുന്നത്? ഒന്ന് പറ. കണ്ടോ പ്രിയരെ, ഈ ഉണ്ണാനും ഉടുക്കാനും ഒക്കെ എനിക്ക് തന്നത് ദൈവമാണെന്നാ ബൈബിള് പറയുന്നത്. അപ്പം നിങ്ങൾ പറയാം, അല്ല ബ്രദറെ, ഞാൻ അവിടെ എങ്ങാണ്ട് തുണിക്കടയിൽ പോയി മേടിച്ചതാ, ഞാൻ ആ റേഷൻ കടയിൽ പോയി മേടിച്ചതാ. ഞാൻ ചോദിച്ചാൽ കാശ് വേണ്ടേ? അത് ഞാൻ ജോലിക്ക് പോയതുകൊണ്ടല്ലേ. കണ്ടോ? അപ്പം ജോലിക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യം വേണ്ടേ? ഈ ആരോഗ്യം കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ ചോറ് കഴിച്ചുകൊണ്ടാണോ? അല്ല, ഇതെല്ലാം കിട്ടണമെങ്കിൽ ഒരു സോഴ്സ് വേണം. ഇതെല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സോഴ്സിലാണ്. ഈ സോഴ്സ് എല്ലാം കിട്ടിയത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് മേടിക്കാൻ പറ്റിയത്. ബൈബിൾ പറയുന്നു, ഇവയൊക്കെയും ദൈവം അറിയുന്നു, തന്ന ദൈവമാണ്. അപ്പം ടെൻഷൻ വേണ്ട. നാളെ ബ്രദറെ എന്നാ ചെയ്യും, സുനാമി വരുമോ? പേടിക്കണ്ട, ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്തും. കാലാവസ്ഥ മാറുന്നു, രാജ്യങ്ങളുടെ നിയമം മാറുന്നു, പ്രതിസന്ധികൾ ഏറി വരുന്നു, പേടിക്കണ്ട. ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്താൻ സർവശക്തൻ. കാര്യം ഇന്നലെയും ഇന്നും നാളെയും യേശു മാറാത്തവൻ. കണ്ടോ? യേശുവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. പിണങ്ങുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, അവൻ മാറാത്തവനാണ്. ആമേൻ. നോക്കിക്കേ, അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നിട്ട് വാക്യത്തിൽ പറയുന്നു, പിതാവേ ഇതൊക്കെ ആവശ്യമെന്ന് നിങ്ങൾ അറിയുന്നു. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഉള്ളത് മതിയെന്ന് പറയുന്നു. അപ്പം നമ്മുടെ ചിന്തയിൽ ഈ പലപ്പോഴും ഈ ആൾക്കാരിങ്ങനെ പൊതുവെ പറയാറുണ്ട്, ഉള്ളത് മതി. അപ്പോൾ ആളുകളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഉടുപ്പിനെ പറ്റിയും, ഞാൻ ആദ്യ സമയത്ത് അങ്ങനെ ചിന്തിച്ചു കേട്ടോ, നമ്മുടെ ആ ഒരു ഉടുപ്പിനെ പറ്റിയും ഒരു നാഴി അരിയെപ്പറ്റിയിരിക്കും തമ്പുരാൻ പറഞ്ഞത്. പ്രിയരെ ശ്രദ്ധിച്ചോണേ, ഇവിടെ ഉള്ളത് മതി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉള്ളതിനെ പറ്റി അവിടെ പറയുന്നത്, നമ്മുടെ ഉള്ളതിനെ പറ്റിയല്ല. ഉള്ളത് മതി, എൻ്റെ അർത്ഥം ദൈവം തന്നത് മതി, ദൈവത്തിൽ നിന്നുള്ളത് മതി. അതിനെപ്പറ്റി നിങ്ങളൊന്നും ടെൻഷനാകണ്ട, അവിടുന്ന് ഇതെല്ലാം വരുന്നത്. ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഇത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ പതിയട്ടെ. യൂട്യൂബിലൊക്കെ ലൈവ് കാണുന്നവർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ പ്രയറിൻ്റെ ലിങ്ക് ഉണ്ട്, കർത്താവ് നിങ്ങളെ തൊടും. അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രവേശിക്കാമെന്നാണ്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, ഇവിടെ ദ്രവ്യാഗ്രഹം എന്നവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ദൈവിക കാര്യത്തിൽ സമ്പന്നരാകാതെ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ പോകണ്ട, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും പിന്തുടരും. ദൈവകാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുക. അനാവശ്യമായിട്ടുള്ള തെറ്റായ വചന വ്യാഖ്യാനങ്ങൾ കേൾക്കരുതേ. തെറ്റായ വചന വ്യാഖ്യാനം കേൾക്കരുതേ, കെട്ടപ്പെട്ടു പോകും. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ, ഒരു വചനം കേട്ടിട്ട് സാത്താനെ ജയിക്കണമെന്നും പിശാചിനെ ജയിക്കണമെന്നും ഹൃദയത്തിൻ്റെ അകത്ത് ഭയപ്പാട് കയറുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വചന ധ്യാനങ്ങൾ കേൾക്കരുതേ. നിങ്ങളുടെ സോഴ്സുകൾ അത് ബ്രേക്ക് ചെയ്യും.
നിങ്ങളുടെ ജീവിതത്തിൽ നന്മകളെ അത് ബ്രേക്ക് ചെയ്യും. എന്താ അത് ബ്രേക്ക് ചെയ്യുമെന്ന് പറയാൻ കാരണം? ഭയപ്പെടരുത്. ശ്രദ്ധിച്ച് യേശു പറഞ്ഞ വാക്ക് കണ്ടോ? തൊട്ടുമുള്ളത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞേക്കുന്ന ഒരു പദം കണ്ടായിരുന്നു. നമ്മൾ തുടങ്ങിയത് ഇവിടുന്ന് ലൂക്കോസ് 12 ആ ഒരു വാക്യത്തിലേക്ക് നോക്കിയ ഭയപ്പെടേണ്ട. എങ്ങനെ അത് എന്ത് പറയേണ്ടത്? നിങ്ങൾ വിചാരപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. ആ വാക്ക് മറന്നു നോക്കി. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. ഏറിയ കുരികളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരത്രേ. ഭയപ്പെടേണ്ട. അപ്പോൾ ബ്രദറെ, ഇന്നത്തെ എൻ്റെ അവസ്ഥ ഞാൻ എന്നാ ചെയ്യും ബ്രദറെ? ഭയപ്പെടേണ്ട. ഇതിൽ നിന്നൊക്കെ പുറത്തു വരും. അപ്പോൾ പുറത്തു വരുന്ന സമയത്തുണ്ടാകുന്ന മൽപ്പിടുത്തങ്ങളിലാണ് കൂട്ടായ്മയിൽ ശക്തിപ്പെടണം. തളർന്നിരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കുകയും വചനം കേൾക്കുകയും ചെയ്യണം. നിങ്ങൾ ബലപ്പെട്ടോണം, പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടോണം. ഒന്നും ഭാരപ്പെടേണ്ട, ഇതെല്ലാം മാറും. എന്നിട്ട് പറയണം, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിനെ സ്തുതിക്കും. ഇതെല്ലാം വചനവാ. വചനവിരുദ്ധമായിട്ടുള്ള ഒരു ടീച്ചിങ് ക്ലാസ്സും കേൾക്കരുതേ. വചനത്തെ ഉറപ്പിക്കാത്ത ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഈ പ്രത്യേകിച്ച് നമ്മൾ സ്പിരിച്വൽ വാർഫെയർ എന്നുള്ള സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചോണേ, ആ സബ്ജക്റ്റിൻ്റെ അകത്ത് വചനത്തെ റിലേറ്റ് ചെയ്യാത്ത ഒന്നും പിടിക്കരുത്. വചനവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഉപദേശവും കേൾക്കാൻ പോകരുത്. അത് നിങ്ങളെ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ നന്മകളെ അത് ബ്ലോക്ക് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ഞാൻ എടുത്തെടുത്ത് എപ്പോഴും ഞാൻ എല്ലാ കൂട്ടായ്മയിലും പറയും, വളരെ സൂക്ഷിക്കണം. ആമേൻ. ഇവിടെ യേശുക്രിസ്തു തരുന്ന വാണിംഗ് കണ്ടോ? ഭയപ്പെടരുത്, നിങ്ങൾ വിചാരപ്പെടണ്ട, തമ്പുരാൻ നടത്തും. ബ്രദറെ, ഞാനിപ്പം വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ബ്രദറെ, എൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കുമില്ല. ഭയപ്പെടേണ്ട. തമ്പുരാനല്ലേ ആയുസ് തന്നത്? ആണോ? തമ്പുരാനല്ലേ ഒരു ദിവസവും കൂടെ സമയം തന്നത്? കർത്താവല്ലേ ഇതിൻ്റെ അകത്ത് കാരണമായി തീർന്നത്? ദൈവം നടത്തിയില്ലേ പിന്നെ പറയണം, എൻ്റെ ദൈവം എന്നെ നടത്തും പറയണം. ഏത് സാഹചര്യത്തിലും ഒന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം, ദൈവം നടത്തും. കാര്യം എനിക്കറിയാം, എൻ്റെ ദൈവമാണ് എനിക്ക് ഭൂമിയിലൊരു അവസരം തന്നത്. ദൈവമാണ്. നമ്മൾ ആരും മനുഷ്യനാൽ ജനിച്ചതല്ല. ദൈവം ഒരു ഉള്ളത്തിൽ ജീവൻ കൊടുത്തത് കൊണ്ട് ജനിച്ചത് നമ്മളെല്ലാവരും, അല്ലേ? ഇത്ര ഭയങ്കരമായി നീ എന്നെ നിർമ്മിച്ചു എന്ന് പഴയ നിയമ ഭക്തൻ പറയുന്നുണ്ട്. ഇത്ര ഭയങ്കരമായ നീ എന്നെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ? ചെറിയ കാര്യമാണോ? അല്ല. അപ്പോൾ മറന്നു പോകരുതേ. അപ്പം ഇനി ആരെങ്കിലും ദ്രവ്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുമ്പോഴേക്കും പറഞ്ഞാൽ, അച്ചായ അത് പറയുന്ന വിഷയം വേറെയാണെന്ന് പറയണം. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ വലുതായിട്ട് ദ്രവ്യത്തിൻ്റെ പുറകെ പോകുന്നയാളാണ് ദ്രവ്യാഗ്രഹി. മനസ്സിലായോ? അപ്പം നമുക്ക് ദ്രവ്യം ആവശ്യമാണ്, സമ്പത്ത് ആവശ്യമാണ്. നീ വായ്പ മേടിക്കത്തില്ല എന്ന് അതിൻ്റെ അർത്ഥം എന്തുവാ? എന്നായിരുന്നു വായ്പ മേടിക്കത്തില്ല. ആവർത്തനം പറയുന്നു, നീ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്തോ? ഒന്ന് പറ. എൻ്റെ അർത്ഥം എന്തുവാ? നമ്മുടെ മക്കളായ നമ്മളും വാരി വിതറി കൊടുക്കുവാൻ ദൈവം തരുന്നത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നീ വായ്പ മേടിക്കത്തില്ല, അതിനർത്ഥം ദൈവം അങ്ങനെ തരും എനിക്ക്. അങ്ങനെ തരുമ്പോൾ ഓവർ ഫ്ലോയിങ് ആണത്. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, സിസ്റ്ററെ, ബ്രദറെ, എനിക്കൊരു 1,00,000 രൂപ കടം തരാവോ? ആരെങ്കിലും തയ്യാറാവുമോ? ഒന്ന് പറഞ്ഞ്, ആരെങ്കിലും തയ്യാറാവുമോ? ആരും മിണ്ടുന്നില്ല. തയ്യാറാവൂല്ലോ? ഇനിയിപ്പോൾ ഞാൻ 1,00,000 ചോദിച്ചോണ്ടായിരിക്കാം, ഒരു 10,00,000 രൂപ നിങ്ങൾ ഇനി കടം തരാവോ? വായ്പ തരാവോ? 10,00,000 രൂപ. എന്നാ 1 കോടി രൂപ തരാൻ പറ്റുമോ? അതും തരും ബ്രദർ, ഉണ്ടെങ്കിൽ തരും ബ്രദർ. ആ, നിങ്ങൾ ഈ ഉണ്ടെങ്കിൽ തരുമെന്നുള്ള പറയുന്നത് ഒരു എന്താ പറയുന്നത്, അതൊന്നുമില്ലാത്തൊരു ആൻസറാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, എനിക്കിപ്പോൾ 10,00,000 രൂപ തരാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ? ഇല്ല. അതാണ് എൻ്റെ ആൻസർ. ഇല്ല. ഞാൻ ചോട്ടെ, എനിക്കൊരു 10 രൂപ തരാൻ പറ്റുമോ നിങ്ങൾക്ക്? കണ്ട വ്യത്യാസം മനസ്സിലായോ? അപ്പൊ ഞാൻ 10,00,000 എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ എല്ലാവരും പമ്മി, ഉണ്ടെങ്കിൽ തരാം. കണ്ടോ? 10 രൂപ എന്ന് പറഞ്ഞപ്പോ ആലോചിച്ചു പോലുമില്ല. 10 അല്ലേ, ഈസി ആയിട്ട് തരാം.
അപ്പം ഞാൻ വാരി വിതറി കൊടുക്കുമെന്ന് തമ്പുരാൻ പറഞ്ഞ കണക്കില്ലാതെ കൊടുക്കുന്നല്ല എൻ്റെ അർത്ഥം. നീ വായ്പ മേടിക്കത്തില്ലെന്ന് ആവർത്തന പുസ്തകം പറയുന്ന അർത്ഥം എന്തുവാ? കണക്കില്ലാതെ കൊടുക്കാനുള്ളവനല്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. കണ്ടോ? അപ്പം കണക്കില്ലാതെ എനിക്ക് തരുന്നൊരു ദൈവമാണ്. അപ്പം ദ്രവ്യാഗ്രഹം എന്തുവാ? അപ്പം ഏത് ദ്രവ്യാഗ്രഹം അവിടെ പറയുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവരാജ്യത്തിൽ അതുകൊണ്ട് യേശു പറഞ്ഞു നിൻ്റെ പ്രാണൻ ഇപ്പം മരിച്ചു പോയാൽ നീ അതിൽ നമുക്ക് എപ്പോഴും ഉറപ്പുണ്ടായിരിക്കണം. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ നിത്യതയിൽ പോയിരിക്കും. ചിലരോട് ചോദിച്ചാൽ പറയും നിത്യതയിൽ പോവുക. ആ ഞങ്ങൾ ദൈവം കൊണ്ടുപോയാൽ പോകും. എന്ത് വിശ്വാസിയാണ് നിങ്ങൾ? നിങ്ങൾക്ക് തന്നെ ദൈവത്തെ വിശ്വാസമില്ലേ? എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുക, ഞാൻ പോവല്ല. ചിലരുണ്ട് നിത്യജീവൻ കർത്താവിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും നിത്യജീവനെ പോകാൻ വേണ്ടി അങ്ങോട്ട് പ്രയത്നിക്കുക. എൻ്റെ പ്രിയരെ കൊണ്ടുപോകുക. നമ്മളെ ദൈവിക കാര്യങ്ങളിൽ മുൻതൂക്കം കൊടുക്കുക, ടെൻഷൻ അങ്ങോട്ട് മാറും. നമുക്ക് തന്നെ ഉറപ്പില്ല. നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം കർത്താവായ യേശുവിൽ ഞാൻ നിത്യജീവനിൽ പോകും എന്നും പറഞ്ഞുകൊണ്ട് പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, എന്താ പറയുക, വചനവും വായിക്കത്തില്ല, കൂട്ടായ്മ ആചരിക്കത്തില്ല. ഇവർക്കാണ് ഉറപ്പില്ലാത്തത്. കർത്താവിന് വേണ്ടി ഓടുന്നവന് ധൈര്യം നല്ലൊരു ഉറപ്പാണ്. ഇല്ല, തമ്പുരാൻ എന്നെ നടത്തും. ദൈവം നടത്തുന്നതുകൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത്. പിന്നെ എന്നെ പേടിക്കാനാ? ഈ ഭൂമിയിൽ നടത്താമെങ്കിൽ പിന്നെ നിത്യതയെ കൊണ്ടുവരണം വലിയ പാട്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉള്ളത് സങ്കീർത്തനക്കാർ 23 പറയുന്നത് വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, മരണ നിഴലുള്ള താഴ്വര ഈ ഭൂമി. ഇവിടെയാണ് നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ ഏറ്റവും പിശാചുള്ള സ്ഥലം. ഇവിടെയാ റെസിസ്റ്റ് ഡെവിൾ എന്ന് പറയുന്നത്, ഇവിടെ വെച്ചാ. അപ്പോൾ ഇവിടെ ഇത്രയും വെല്ലുവിളിക്കകത്ത് തമ്പുരാൻ എന്നെ നടത്താൻ ശക്തിയുണ്ടെങ്കിൽ എന്നെ അവൻ ഈസി ആയിട്ട് നിത്യജീവനെ കൊണ്ടുപോകും. ആമേൻ. കാര്യം സ്വർഗത്തിൽ വെല്ലുവിളികളില്ല. അവിടെ പിശാചിനെ ഞാൻ ഭയപ്പെടേണ്ട, അല്ല അവന് വേണ്ടി റെസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും സ്വർഗത്തിൽ ചെന്നിട്ട് നമ്മൾ സാത്താനുമായിട്ട് യുദ്ധമൊന്നുമില്ല. പൗലോസ്ലീഹ പറഞ്ഞു അവർ വാർഫെയർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. അപ്പം വാർഫെയറും യുദ്ധമൊക്കെ ഉള്ളത് ഇവിടെയാ. ഇവിടെ ദൈവത്തിന് എന്നെ വീഴാതെ വണ്ണം യൂദാ പറഞ്ഞ് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ തമ്പുരാൻ എന്നെ കൊണ്ടു. അപ്പം അതാണ് തമ്പുരാൻ പറഞ്ഞത്, നീ ഭയപ്പെടേണ്ടത് ആ ദൈവത്തെയാ. ഏതാ? ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ പ്രാണൻ സേഫാണ്. ഹല്ലേലൂയ. അപ്പോൾ സമ്പത്തുണ്ടാകുമ്പോൾ എപ്പോഴും ദൈവം നമുക്ക് സമ്പത്ത് തരും. കാരണം നമുക്ക് ഒത്തിരി ലോകരാജ്യങ്ങളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യേണ്ടതാണ്. കർത്താവ് പറഞ്ഞില്ല നിൻ്റെ മടിയിൽ പൊക്കണവോ ഒന്നും എടുക്കരുത്, അതെല്ലാം വരും. ലോകരാജ്യങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൽ ഓടാനുള്ളത്. അപ്പോൾ വിതയ്ക്കാൻ നമുക്ക് തമ്പുരാൻ സമ്പത്ത് തരും. വിതയ്ക്കാൻ ദൈവം നന്മ തരും. നന്മ തരുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മിടുക്ക് പറയരുതേ പ്രിയരെ. തമ്പുരാൻ എനിക്ക് തന്നതാണ് അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. അപ്പോൾ ഇവിടെ ആ മനുഷ്യൻ ഇത് മുഴുവൻ പ്രസംഗം എല്ലാം കേട്ടിട്ട് അയാൾ പറയുകയാണ് എൻ്റെ സഹോദരന് വേണ്ടി കർത്താവ് വന്നൊന്ന് സംസാരിക്കണം. യേശു പറഞ്ഞു നിനക്ക് എന്നെ ആ വാക്ക് കണ്ട്, യേശു ക്രിസ്തുവിൻ്റെ ആ ഒരു പ്രയോഗം കണ്ടു നോക്കി, കർത്താവിൻ്റെ ആ ഒരു പ്രയോഗം നോക്കി, ആ ഒരു ചെറുപ്പക്കാരനോട് പറയുന്ന വാക്ക് കണ്ടോ? ഇതെല്ലാം കർത്താവ് പ്രസംഗം എല്ലാം പ്രസംഗിച്ചിട്ട് പറയുകയാണ് അവനോട് മനുഷ്യ നോക്കി, മനുഷ്യ, സഹോദരാന്ന് വിളിച്ചില്ല, സ്നേഹിതാന്ന് വിളിച്ചില്ല, മനുഷ്യ എന്നെ നിങ്ങൾ ന്യായകർത്താവായിട്ടാണ് പങ്കിടുന്നത്. നോക്കി, പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് യേശു ചോദിക്കുക. ആഹാ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിൻ്റെ കുടുംബ വിഷയത്തിൻ്റെ അകത്ത് നിൻ്റെ സഹോദരനോട് സംസാരിക്കാൻ വേണ്ടി ഉള്ളവനല്ല ഞാൻ. നീ എൻ്റെ കൂടെ വാ, ദൈവത്തിൽ ആശ്രയിക്ക്, തന്നെ വഴി തുറക്കും. ബാക്കി ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് തല പോകുന്ന വിഷയമാണെങ്കിൽ തമ്പുരാൻ്റെ സന്നിധി എന്നിട്ട് വചനം അങ്ങ് പറയേ. ആ വചനം അങ്ങോട്ട് ഉരുവിട്ട് ദൈവസന്നിധിയിൽ വില കൊടുക്ക്. അവിടെ ഡോറുകൾ തന്നെ തുറന്നിരിക്കും. എത്ര വലിയ ഡോറുകൾ അടഞ്ഞാലും, എത്ര വലിയ വിഷയത്തിന് നടി വന്നാലും, പ്രാർത്ഥനയിലും വചനത്തിലും വചനധ്യാനത്തിലും ദൈവത്തിലും മുൻതൂക്കം, പ്രയോറിറ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൊടുക്ക്. ഉറപ്പായിട്ട് ഞാൻ പറയും, സമയം നോക്കാതെ, ഞങ്ങളുടെ ജീവിതത്തിന് ഒരു സാഹചര്യം നോക്കാതെ തമ്പുരാൻ്റെ നാമത്തിന് വേണ്ടി വിതയ്ക്കുക. വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് വിതയ്ക്കുക എന്ന് മാത്രമല്ല, സമയം വിതയ്ക്കുക, ജീവിതം വിതയ്ക്കുക. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദൈവം വലിയ കൃപയാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്, ദൈവം തന്ന വലിയ കൃപയാണ്. ഞാൻ അത്ര വലിയ ആക്റ്റീവായ ഒരു മനുഷ്യനൊന്നും അല്ലായിരുന്നു ജീവിതത്തിൽ ഞാൻ നല്ലൊരു ആക്റ്റീവായിട്ട് ഓടുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. പക്ഷേ തമ്പുരാൻ എനിക്കൊരു ബലം തന്നു, ഒരു എനർജി തന്നു കർത്താവിന് വേണ്ടിയൊക്കെ ഓടുക. ഞാൻ പറഞ്ഞല്ലോ, അത്ര ഒരു ചെറിയ മടിയൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്, ചെറുതല്ല, നല്ലപോലെ മടിയുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ തമ്പുരാൻ തന്നൊരു എനർജി, ഒരു ബലമുണ്ട്. കർത്താവിൻ്റെ നാമത്തിൽ ഓടുവാൻ ഒരു ടെൻഡൻസി ദൈവം തന്നു. എന്ത് തമ്പുരാന് വേണ്ടി ചെയ്യുവാൻ ഒരു ടെൻഡൻസി ദൈവം തന്നതാണ് കേട്ടോ.
അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവ് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ഓടിയതിനെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ ദൈവരാജ്യ ഞാൻ പറഞ്ഞു ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് UK നടക്കുന്ന പ്രാർത്ഥന, ഞാൻ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇഷ്ടം അത് നമുക്ക് ആ ഹോള് മാറിപ്പോയ സമയത്ത് ഇത് പിശാചിൻ്റെ പോരാട്ടമൊന്നുമില്ല, ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവം നമുക്ക് ഏറ്റവും ബെസ്റ്റ് തരും. ദൈവം ഏറ്റവും ബെസ്റ്റ്, ഒരു പേടിയും വേണ്ട. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പറയാനൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്നാ ഭാഗ്യം നമുക്ക് കിട്ടുമെന്നറിയാമോ? ലോട്ടറി അടിക്കുന്നവനല്ല ഭാഗ്യവാൻ, യേശുവിൻ്റെ നാമത്തെ പറയുവാൻ കൃപ ലഭിച്ചവരാ ഭാഗ്യവാന്മാർ. ആമേൻ. ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ, സമയം നമുക്ക് മുന്നോട്ട് പോയി. യേശുവേ നന്ദി കർത്താവേ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ നമ്മൾ ചോദിക്കുന്ന സമയമുണ്ട്. ദൈവത്തിൻ്റെ സമയമെങ്കിൽ നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കാം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണേ. താങ്ക് യു ജീസസ്. വചനത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഇപ്പോഴല്ല, ഫ്രൈഡേയിൽ. നാളെ ബുധനാഴ്ച, നാളെ ചിലപ്പോൾ വൈകിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് മുഴുരാത്രി പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ സമയം ഒരു 12:30 മുതലോ 1 മണി മുതലോ നമുക്കൊരു പ്രാർത്ഥന ക്രമീകരിക്കുവാൻ അന്യഭാഷാ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പങ്കുചേരാം. അതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ, എല്ലാ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്കുണ്ട്, പ്രയർ ലിങ്ക്. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രയർ ലൈനിലേക്ക് ചോദിച്ചാൽ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓ ജീസസ്, താങ്ക് യു. നാളെ ഫുൾ ഡേ പ്രയറാണ് ആഗ്രഹിക്കുന്നത്. ഓൾ നൈറ്റ് പ്രയറാണ് അന്യഭാഷയിൽ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനിടയെത്തുന്നു. വളരെ അനുഗ്രഹമാണ്. ഇന്ത്യൻ സമയം നമുക്ക് 1 മണിക്ക് ആരംഭിച്ചിട്ട് ആ പ്രാർത്ഥന ഏകദേശം 5:30-6 മണി വരെ നമുക്ക് തുടർച്ചയായിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. 6:30 മണി പോലെ നിർത്താതെ തുടർച്ചയായിട്ട് പ്രാർത്ഥിപ്പാൻ ദൈവം സഹായിച്ചു. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബലം. അപ്പം ദൈവിക കാര്യങ്ങളിൽ എനിക്ക് വല്ലപ്പോഴും ബ്രദറെ, ഞാൻ ഇടയ്ക്കൊക്കെ ബ്രദറിൻ്റെ പ്രാർത്ഥന കേൾക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ പറയരുത്. അങ്ങനെ നിങ്ങളെന്നെ പറയുമ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തുകൊണ്ട് സമയം കണ്ടെത്തി കൂടാ? വല്ലപ്പോഴും ഞാൻ കേൾക്കും. അത് നമ്മുടെ ദൈവസന്നിധിയിൽ ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്ക് എന്തുകൊണ്ടൊരു വചനം കേൾക്കാൻ സമയമില്ല? നമ്മളെന്തോരം സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നു, എന്തോരം സമയങ്ങൾ. അരമണിക്കൂർ ഞാൻ വല്ലപ്പോഴും അരമണിക്കൂർ മാത്രമാണ് നമുക്ക് വല്ലപ്പോഴും കേൾക്കാൻ ഞാൻ നിർബന്ധിക്കുമൊന്നുമല്ല. വളരണമെങ്കിൽ കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ, അതാണ് പറഞ്ഞത്, ദൈവിക കാര്യങ്ങളിൽ സമ്പന്നനാകണം. സ്പിരിച്വലി നമ്മൾ എന്തായിത്തീരണം? റിച്ചായി മാറണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ വാഴുവാൻ കഴിയത്തുള്ളൂ പ്രിയരെ. അല്ല എങ്കിൽ ലോകവുമില്ല. പിശാചിന് പ്രയോജനപ്പെട്ടവരായിട്ട് മാറരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട്, അതിനേക്കാൾ എനിക്ക് മുൻതൂക്കം. എനിക്കറിയാം എൻ്റെ കംപ്ലീറ്റ് സംഭവം ഓടുന്നത് ദൈവരാജ്യം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്കൊരു മർമ്മം, എൻ്റെ ഒരു മർമ്മം ഞാൻ പറഞ്ഞു തരാം. എനിക്കൊരു കാര്യം മനസ്സിലായി. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ഫുൾ പ്രയോറിറ്റി ദൈവത്തിന് കൊടുത്താൽ വേറെ ഒന്നും ടെൻഷനാകണ്ട, വേറെ ഒന്നിനെപ്പറ്റി വിചാരപ്പെടേണ്ട. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. കറക്റ്റായിട്ട് ദൈവം നോക്കിക്കോളും. എല്ലാത്തിനേക്കാൾ ഉപരി ദൈവകാര്യം കഴിഞ്ഞിട്ടേ വേറെ പിടിക്കാവുള്ളൂ. പ്രാർത്ഥനയും വചനവും കഴിഞ്ഞിട്ടേ വേറെ പിടിക്കാവുള്ളൂ. അതിനെ പ്രയോറിറ്റി കൊടുക്കാവുള്ളൂ. അതിൽ സമ്പന്നരായാൽ സകലതും പുറകെ വരും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, എൻ്റെ കൂടെ സുഹൃത്തുക്കൾ ഇഷ്ടപ്പെടത്തില്ല. പോട്ടെ, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടെന്നേ, അങ്ങനെയുള്ള ബന്ധങ്ങൾ എനിക്ക് വേണ്ട. കാര്യം ദൈവം വിചാരിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇത് മറന്നു പോകരുതേ. ദൈവം നടത്തിയെങ്കിൽ മാത്രമേ നാളെ എനിക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. ദൈവം എനിക്ക് ആയുസ് തന്നെങ്കിൽ മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. ഞാൻ ആരെയാ പേടിക്കേണ്ടത്? പറ. പിന്നെ നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? ജോലി സ്ഥലത്തെ ആൾക്കാരെയോ രാജ്യത്തിലെ നിയമത്തെയോ? അതെല്ലാം ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. ആരെയും ഭയപ്പെടേണ്ട. ഇതെപ്പോഴും മനസ്സിലുണ്ടെങ്കിൽ ദൈവം നടത്തും. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, ഓ യേശുവേ, ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് വേദനയോ രോഗമോ ആയിട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? വേദനയാലോ രോഗത്താലോ ഒക്കെ ഭാരപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ടേ ഒന്ന് പറഞ്ഞു. ഷുഗർ നോക്കിയിട്ട് ഓക്കെ, നിങ്ങൾ പ്രയർ റിക്വസ്റ്റ് പറയണ്ട, വിഷയം പറയണ്ട. വേദനകളോ രോഗങ്ങളോ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈ എടുത്ത് വെച്ച്, പറയണ്ട, കൈ എടുത്ത് വെച്ച്
കൈയെടുത്ത് വെച്ച്, സ്വന്തം ശരീരത്തിൽ കൈയെടുത്ത് വെച്ച്, ഇപ്പോൾ ഞാൻ യേശുവിനെ നമ്മൾ ഒരുമിച്ച് കൽപ്പിച്ച് അതിനെ പുറത്താക്കാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഉറക്കപ്പറ, എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ ആരോഗ്യമാണ്. ഉറക്കെ പറഞ്ഞു, ഞാൻ രോഗി ആകുന്നത് ദൈവത്തിൻ്റെ പ്ലാൻ അല്ല. ഇത് പറയുമ്പോൾ തന്നെ രോഗശക്തി വിറയ്ക്കാൻ തുടങ്ങും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ ഇവരുടെ മേൽ കൈവെക്കുന്നു, ആത്മാവിൽ കൈവച്ചു. യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാ, കർത്താവിൻ്റെ വേദനകളെ ക്രൂശിൽ വഹിച്ചതാ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ, നന്ദി യേശുവേ. കൃപ വ്യാപരിക്കുന്ന ആ രോഗശക്തികൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് ഇറങ്ങിപ്പോകുക. ദുർഭൂതങ്ങൾ, ദുഷ്ടശക്തികൾ, രോഗത്തിൻ്റെ ദുരാത്മാക്കൾ, രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുക. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുതം. കർത്താവ്, ഇപ്പോൾ തന്നെ ദാരിദ്ര്യത്തിൻ്റെ ശാപങ്ങൾ പൊട്ടട്ടെ. എല്ലാ കുടുംബത്തിൻ്റെ അകത്ത് കയറിക്കൂടി ശാപശക്തികളെ പുറത്താക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ശരീരത്തിൻ്റെ അകത്ത് സൗഖ്യം വ്യാപരിക്കുന്നു. പുതിയ അവയവങ്ങൾ ഉണ്ടായി വരുന്നു. ആ കണ്ണാടിയൊക്കെ ഒന്നെടുത്ത് മാറ്റിക്ക്, കൈയെടുത്ത് വെച്ച് കാഴ്ച വർദ്ധിക്കുന്നു. വചനം പറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ ശക്തിയാൽ മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, നാവിൻ്റെ കെട്ടുകൾ അഴിയട്ടെ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. കാഴ്ച യേശുവിൻ്റെ നാമത്തിൽ വർദ്ധിക്കുന്നു, കേൾവി വർദ്ധിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഡെഡായ സെല്ലുകൾ ജീവൻ വ്യാപരിക്കട്ടെ, ചലിക്കാത്ത കൈകാലുകൾ ചലിക്കും യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. റോസമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ഓഗസ്റ്റ് മാസം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു. നിങ്ങളുടെ ജനനത്തെ ദൈവത്തിനറിയാം. ആ കുടുംബത്തിൻ്റെ അകത്ത് ആ വ്യക്തിയുടെ മേൽ, ശരീരത്തിൻ്റെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്പർശനം വെളിപ്പെടുന്നു. കേട്ടോണ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഇന്ന് കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു ഡെലിവറൻസ് സംഭവിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്തേ. ഈ സമയത്ത് ആ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ നിറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്തേ. വേദനകളൊന്ന് ചെക്ക് ചെയ്തേ. ആ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൽ ആക്റ്റീവായിരിക്കുന്നു. ആരോഗ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ആക്റ്റീവായിരിക്കുന്നു. ചെക്ക് ചെയ്തേ. ആ വേദന പൂർണ്ണമായും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി എന്ന് ഉറപ്പുള്ളവർ ഒന്ന്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സൂമിലോ ലൈവിലോ ഒക്കെ ആണെങ്കിൽ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്തു. യേശുവിൻ്റെ തിരുനാമം, ആ മഹത്വം ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ സംഭവിച്ചിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അനുഭവിക്കുന്നവർ ചെക്ക് ചെയ്തേ. തിരിച്ചോ മറിച്ചോ എന്താണോ ചെയ്യാൻ കഴിയാത്തത് അതൊക്കെ ഒന്ന് ചെയ്തേ. ഇപ്പോൾ എന്താണോ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലായിരിക്കുന്നത്, പൂർണ്ണ സൗഖ്യം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ നമ്മുടെ അവകാശം പൂർണ്ണ സൗഖ്യമാണ്. ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല, പൂർണ്ണ സൗഖ്യം അനുഭവിക്കുന്നവർ മാത്രം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തേ. മ്യൂട്ട് മാറ്റിയിട്ടൊന്ന് ചെക്ക് ചെയ്തേ. ശരീരത്തിൻ്റെ മേൽ എനിക്കിപ്പോൾ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്, അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ. ഓ, താങ്ക് യു ജീസസ്. ഞാനൊരു കല്ലുപുരയ്ക്കൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടുപേര് എൻ്റെ ഉള്ളത്തിലേക്ക് വരും. കല്ലുപുരയ്ക്കൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, കല്ലുപുരയ്ക്കൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇന്ന് ആ കുടുംബം ഒന്ന് സ്വീകരിച്ചോണേ. നാളുകളായി കയറിക്കൂടിയ ഒരു ശാപ കാരണമെന്ന് കുടുംബക്കാരുടെ പോലും പറയുന്ന ചില വാക്കുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി മാറുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവെ, ഞങ്ങളിപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. സിസ്റ്ററുടെ വീട്ടുപേരാത്. അതെ, ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ആ വിഷയം അഴിയോ സിസ്റ്ററെ. നിങ്ങളുടെ കുടുംബത്തെപ്പറ്റി പലരും വിധി പറഞ്ഞതാണ്. എന്നാൽ ആ കുടുംബത്തെ നോക്കിയിട്ട് കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ നാമത്തിൽ ഫലം കായ്ക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ.
ഓ യേശുവേ, കൃപ വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ്, ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ, കൃപ വ്യാപരിക്കുന്നല്ലോ. ഓരോ വ്യക്തികളെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ്, എൻ്റെ ഉള്ളത്തെ ഒരു കാഴ്ച കാണിക്കുന്ന ഒരു വീടിൻ്റെ അകത്ത് ഒരു ലോഞ്ചിൽ, അതായത് ഹോളിൻ്റെ അകത്ത് ഒരു പിള്ളേർ കളിക്കുന്ന ഫുട്ബോൾ, അങ്ങനെ ഒരു ഫുട്ബോൾ ഇങ്ങനെ ആ ഒരു ഹോളിൽ കിടക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ ആ കുടുംബവുമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്തോട്ട് നിതിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കയറി വരുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുക. ആ കുടുംബത്തിൽ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ പയ്യൻ ഈ വീടിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കയറി വരുന്നൊരു കാഴ്ചയും ആ ഭവനവുമായിട്ടൊരു കണക്ഷനെയും കർത്താവ് എന്നെ കാണിക്കുന്നു. ഇതിൻ്റെ ഹോളിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരുടെ അതിങ്ങനെ വീടിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഞാൻ ആ ഭവനത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഭവനം എന്നെ കേൾക്കുന്നത് ഇപ്പോൾ തന്നെ സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ചു. ഈ പറയാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലാണ് ഈ പറഞ്ഞതോ ഒരു മിനിറ്റ് ബാക്കി. അതുകൊണ്ട് അവിടെ തുറന്നു വെച്ചു, തുറന്ന് ഇങ്ങോട്ട് വെക്ക്. ഇതാരീ എന്റെ സംസാരിച്ചിട്ട്? വീട്ടിലാണ്. എന്റെ വീട്ടിലെ ബോളുണ്ട്. ആ നിതിൻ ആരാ? നിതിൻ ആരാന്ന് അറിയില്ല ബ്രദറെ. ആ നിതിൻ ആ ഭവനത്തിലോട്ട്. എന്റെ വീട്ടിൽ ഞാൻ ഇരിക്കുന്ന എന്റെ അടുത്ത കുഞ്ഞു കളിക്കുന്ന ഫുട്ബോൾ ഇരിപ്പുണ്ട്. എന്റെ അനിയന്റെ മകനാണ് നിതിൻ. നിതിൻ എന്ന് പറയുന്നത്? അതെ. ഈ നിതിൻ ഇങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി വരുന്ന ഒരു കാഴ്ച ഞങ്ങൾ ആ ഭവനത്തെയും ദൈവം ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തെയും നിതിൻ്റെ ഭവനത്തെയും നിതിനുള്ള ഭവനത്തെയും ദൈവം ഒരു വിടുതൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. രജിസ്റ്റർ, ഈ കാര്യം വല്ലതും ഞാൻ കാണാൻ വല്ല സാധ്യതയുണ്ടോ? ഒന്നുമില്ല. ഇല്ല. എന്നാ സ്വീകരിച്ചോ. ആമേ. ദൈവം കണ്ടു കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങൾ ആ വിടുതലിനെ കൽപ്പിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ യേശു ജീവിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വ്യാപരിക്കുന്നു. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കണേ. ദൈവം നിങ്ങളോട് ഇടപെടും. ഓ യേശുവേ, ഈ സമയത്ത് ശരീരത്തിൻ്റെ അകത്ത് ആ വേദനകൾ വിട്ടുമാറി എനിക്ക് ആരോഗ്യം അനുഭവിക്കാൻ പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി മെഡിക്കൽ റിപ്പോർട്ടാണെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. അല്ലാതെ ശരീരത്തിൽ എനിക്കത് അറിയാൻ പറ്റുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് മ്യൂട്ട് മാറ്റി ഈ അവസരത്തിൽ ഇതിൻ്റെ ഇടയിൽ പറയാൻ അവസരമുണ്ട്. അനാവശ്യമായിട്ട് മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റി വർത്തമാനം പറയരുത്. അതുകൊണ്ട് ഞാൻ അൺമ്യൂട്ട് എല്ലാം ചെയ്യരുതാത്തത്, ഓൾ അൺമ്യൂട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. ബ്രദറെ, റോസമ്മ എന്ന് പറഞ്ഞ എന്റെ അമ്മയാ, വയ്യാതെ കിടക്കുന്ന അമ്മ. പിന്നെ ഓഗസ്റ്റ് എന്ന് പറഞ്ഞത് മോളുടെ ബർത്ത്ഡേ ഓഗസ്റ്റിൽ. ഓ, ഇന്നാ മൂക്ക് വേണ്ടി പ്രാർത്ഥിച്ച കേട്ടോ. റോസമ്മയുടെ ഭവനത്തിൽ ഓഗസ്റ്റ് മാസം ജനിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് കാണിച്ചു. മോളിപ്പോൾ എവിടെയാ? മോളിപ്പം മെഡിസിനെ കഴിഞ്ഞ് UK റിസർച്ചിന് പോയിരിക്കുക. എന്റെ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ കുടുംബത്തിൻ്റെ അകത്ത് എല്ലാ വിധമാകുന്ന വെല്ലുവിളികളെയും ഞങ്ങളത് ക്യാൻസൽ ചെയ്യുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. മോളുടെ മേൽ നന്മ വെളിപ്പെടാൻ വേണ്ടി കേട്ടോ. കുടുംബത്തിൻ്റെ ഒരു തിന്മയും മോളുടെ മേൽ ഭവിക്കാതെ വണ്ണം കർത്താവ് ഞങ്ങൾ ഇപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യും. നന്മയായി തീരും കേട്ടോ മോളുടെ ജീവിതം. അതിൻ്റെ വെല്ലുവിളികളൊക്കെ കർത്താവ് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നപ്പാ. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ഞങ്ങൾ അത്ഭുതത്തിന് നന്ദി പറയുന്നപ്പാ. അവളുടെ മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത്ഭുതമാവും സിസ്റ്റർ, അത്ഭുതമാവും. കർത്താവ് അത് സാക്ഷ്യമാക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പാ. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. ഈ മുട്ടിൻ്റെ ഈ കാൽമുട്ടുകൾക്ക് ഈ രണ്ട് മുട്ടിനും ഈ സൂചി കുത്തുന്നത് പോലെ വേദനയാൽ ഭാരപ്പെടുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ആരെങ്കിലും സൂചി കുത്തുന്നത് പോലെ വേദന കാൽമുട്ട്, കാലിൽ ഇങ്ങനെ സൂചി കുത്തുന്നത് പോലെ വേദനയാണ്. കൈയെടുത്ത് വെച്ച് നിങ്ങൾ എല്ലാവരും കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ കാലുകളുടെ മേൽ സൗഖ്യം വരും. ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ അനുഭവിക്കുന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കണമേ. രണ്ട് മുട്ടലോട്ടും കൈയെടുത്ത് വെച്ച്, ഇടതും വലതും കൈയെടുത്ത് വെച്ച് 2 കരമെടുത്ത് ആ മുട്ടിൻ്റെ മേലേക്ക് വെച്ച്, എന്നിട്ട് എൻ്റെ കൂടെ പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ എൻ്റെ ഈ മുട്ടുവേദന ക്രിസ്തു ക്രൂശിൽ വഹിച്ചതാ. എൻ്റെ വേദന, എൻ്റെ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ. ഞാൻ വേദന അനുഭവിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് എൻ്റെ വേദനയെ ക്രൂശിൽ ചുമന്നത്. അതിൻ്റെ പിന്നിൽ എന്ത് രോഗമായിക്കോട്ടെ, തേയ്മാനമായിക്കോട്ടെ, ഇനി എന്ത് വിഷയമായിക്കോട്ടെ, ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.
ക്രൂശിലെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മുറിവിനാൽ ഇപ്പോൾ എൻ്റെ കാലുകളുടെ മേലേക്ക് സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു പറഞ്ഞ് ജീസസ് നെയിം, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങനെ സൗഖ്യമാക്കുന്നല്ലോ. യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നല്ലോ. ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ രോഗത്തെ ഞങ്ങൾ പുറത്താക്കുന്നു, രോഗശക്തികളെ പുറത്താക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ, ആ വേദന നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട്, എന്താണോ കഴിയാത്തത്, ഒന്ന് ചെക്ക് ചെയ്തിട്ട് പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടായി എന്ന് പറയുന്നവർക്ക് നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളത്തിൽ ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യണം. അനാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യില്ലേ, മ്യൂട്ട് മാറ്റരുതേ. പറയാൻ വേണ്ടിയാണല്ലോ സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്, പറയാൻ വേണ്ടി അല്ലെങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇങ്ങനെ സൗണ്ട് ക്ലാഷ് ആകാൻ ഞാൻ പറഞ്ഞില്ലേ. ഇതിൻ്റെ അകത്ത് സണ്ണിയുടെ ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. സണ്ണിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. സണ്ണിയുടെ ഭവനത്തിൻ്റെ മേൽ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു കാഴ്ച കാണിക്കുക. സണ്ണിയുടെ ഭവനത്തിൽ ഒക്ടോബർ മാസം ജനിച്ച ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ഒക്ടോബർ മാസം 22 എന്നുള്ളൊരു ഡേറ്റാണ് കാണിക്കുന്നത്. ഒക്ടോബർ മാസം 22-ാം തീയതി ജനിച്ച ഒരു വ്യക്തി സണ്ണിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. ഇന്ന് സൂമിലോ ലൈവിൽ ആ വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇന്നവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ സകല വെല്ലുവിളികളും ഇന്ന് നീങ്ങാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ അങ്ങ് തൊട്ട് വിടിവിക്കുന്ന കർത്താവാണല്ലോ. ഈ നിമിഷം തന്നെ കർത്താവെ അങ്ങയുടെ ദൈവ പ്രവൃത്തികൾ അവിടെ സംഭവിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ മറ്റൊരു വ്യക്തിയെ കാണിക്കുന്നു. ബ്രദറെ സണ്ണി എൻ്റെ ചേട്ടത്തിയുടെ ഭർത്താവാണ്. ചേച്ചിയുടെ ഒക്ടോബറാണ് ഡേറ്റ്, ബർത്ത്ഡേ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. കർത്താവിൻ്റെ വലിയൊരു സ്പർശനം തമ്പുരാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവിനെ കാണിക്കുന്നു ഒരു 3 പാസ്ബുക്ക്, ബാങ്കിൻ്റെ 3 പാസ്ബുക്ക് ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കും. 3 പാസ്ബുക്കുകൾ ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവിനെ കാണിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കേട്ടെ, നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്തേ. 3 പാസ്ബുക്കുകൾ ഒരു ബാഗിൻ്റെ അകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്ന ആ വ്യക്തി അനിലെന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് ഒരു കണക്ഷനെ ദൈവം കാണിക്കുന്ന ദോഷമല്ല, അതൊരു നന്മയുടെ കണക്ഷനായിട്ടാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. 3 പാസ്ബുക്കുകൾ ആ ഒരു ബാഗിലിട്ടിരിക്കുന്നത്. 3 എന്തിനായിട്ടേക്കെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ 3 പാസ്ബുക്കുകൾ. ഞാനായിരുന്നു. എന്റെ ബാഗിൽ 3 പാസ്ബുക്ക് കിടപ്പുണ്ട്. എന്റെ ചേച്ചിയാണ് അനിൽ. 2 ചേച്ചിമാരുണ്ട്. എന്റെ ബാഗിലുണ്ട്. 3 പാസ്ബുക്ക് എന്റെ ബാഗിലും ഉണ്ട്. അനിലെന്ന് പറയുന്ന വ്യക്തിയുമായി അനിലെന്ന് പറയുന്ന എന്റെ സഹോദരി. 2 ചേച്ചിമാരുണ്ട്. 2 ചേച്ചിമാരുടെ ഹസ്ബൻഡിന്റെ പേര് അനിൽ എന്നാണ്. 2 പേരുടെയും പേര് അനിൽ എന്നാ. 2 ചേച്ചിമാരുടെ ഹസ്ബൻഡിന്റെ പേര് അനിൽകുമാർ എന്നാണ്. അനിൽ എന്നാണ് പേര്. ഈ 3 പാസ്ബുക്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട് അല്ലേ? എന്റെ ബാഗിൽ കിടപ്പുണ്ട് 3 പാസ്ബുക്ക്. അതിൻ്റെ അകത്ത് ഏതെങ്കിലും പാസ്ബുക്കിൽ 83 അല്ലെങ്കിൽ 83 എന്നൊരു നമ്പറുള്ള പാസ്ബുക്ക് ഏതാന്ന് നോക്കണം. 83 എന്നുള്ള നമ്പറുള്ള പാസ്ബുക്ക് ഏതാന്നുള്ളത് നോക്കണം. എന്നിട്ട് ആ പാസ്ബുക്കിലോട്ട് കൈവച്ചോണം. യേശുവിൻ്റെ നാമത്തിൽ അത് മുഖാന്തിരം ഒരു വഴിയെ ദൈവം തുറക്കാൻ വേണ്ടി. 83 അല്ലെങ്കിൽ 83 എന്നൊരു നമ്പർ എൻ്റെ അകത്ത് എവിടെയുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ ഞങ്ങളുടെ വലിയ കൃപ ഇന്ന് അവിടെ വ്യാപരിക്കുന്നല്ലോ. അത്ഭുത സാക്ഷ്യങ്ങളെ കർത്താവ് തുറക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ തുറക്കുന്നപ്പാ. നന്മയായി തീരട്ടെ. ബ്രദറെ എന്റെ ബാഗിലുണ്ട് 3 പാസ്ബുക്ക്. എന്റെ അച്ഛന്റെ അനിയന്റെ മോനാണ്. എന്റെ ബ്രദറാണ് അനില്.
എൺപത്തി അത് ഞാൻ മൂന്നുള്ള ഏറ്റെടുക്കുന്നു. 83 എന്നുള്ള ആ നമ്പരും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേ. 83 ആ ഒരു പാസ്ബുക്കിൽ ഒരു 88 എന്നൊരു നമ്പറുണ്ട്. അതുള്ള പാസ്ബുക്ക് ഏതാണോ അത് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. നന്മ തുറക്കാൻ വേണ്ടി പോകട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങളുടെ സാക്ഷ്യം എന്ന് തുറക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 83. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. കർത്താവെ ഇപ്പോൾ അത്ഭുതകരമായ ആ രോഗത്തോട് ഇന്ന് കൽപ്പിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നമ്മുടെ അവകാശമാണ്. സൗഖ്യം ഒന്ന് പറ, സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറയും. ഇതിന് ശേഷം ഞാൻ ചോദിക്കും, സൗഖ്യമായവർ, സാക്ഷ്യം പറയാനുള്ളവർ മ്യൂട്ട് മാറ്റി പറഞ്ഞോണം. നിങ്ങൾ എല്ലാവരും മൈക്ക് മ്യൂട്ട്. ഈ സമയത്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിന് ശേഷമായിരിക്കാം നിങ്ങൾ കേൾക്കുന്നത്, റെസ്പോണ്ട് ലേറ്റ് ആകുന്നത്. എന്തായാലും ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ എപ്പോഴും മൈക്ക് നിങ്ങൾ മ്യൂട്ട് ചെയ്യും. എന്തുകൊണ്ടാണിത് അൺമ്യൂട്ട് എല്ലാ സമയത്ത് ഓഫ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ബ്രേക്ക് ആകുന്നതുകൊണ്ടാണ്, ക്ലിയർ ആകാതെ വരുന്നതുകൊണ്ടാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, വീണ്ടും പറയും, എല്ലാ ദിവസവും പറയും. കാര്യം പുതിയ ആൾക്കാർ കയറുന്നുണ്ട്. നന്ദി കർത്താവേ. ഞാൻ ഓരോരുത്തരെയും ഇന്ന് ബ്ലെസ് ചെയ്യുന്നപ്പ. ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറഞ്ഞൊരു ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം ഒരു സ്ഥലവുമായിട്ടുള്ള ഇടപാടിൽ ദൈവം തന്നെ ഇടപെട്ട് അതിൻ്റെ മേൽ ഒരു ഫിനാൻഷ്യൽ ഡോറിനെ ഫ്രാൻസിസ് മുഖാന്തരം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിരോധമായി നിൽക്കുന്ന സകലതും തിരിഞ്ഞു മറിയും. അനുകൂലമായി കർത്താവ് വഴികളെ തുറക്കും. അപ്പോൾ ഞങ്ങളിന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൈൻസ് ആൻഡ് വണ്ടർ തുറക്കട്ടെ. അപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ ഞങ്ങളിന്ന് ബ്ലെസ് ചെയ്യുന്നപ്പോൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. വിശാലതയ്ക്കായി സ്തുതിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ഹാലലുയ്യ. കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം നന്ദി പറയുന്നപ്പോൾ ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുന്നല്ലോ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. മറക്കല്ലേ, നമുക്ക് ഈ മാസം അവസാനം UK ഈസ്റ്റ് ഹാമിൽ പ്രാർത്ഥന നടക്കുന്നു. അതിൽ പങ്കുചേരണം. ഞാൻ ഈ സമയത്ത് നമുക്ക് സാക്ഷ്യമുള്ളവരുടെ സമയമാണ്. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മാസം സെപ്റ്റംബർ മാസം 27 ഉച്ചയ്ക്ക് 2 മുതൽ 5 മണി വരെ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന പ്രൊഫറ്റിക്കൽ ഹീലിംഗ് ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. പരിശുദ്ധാത്മാവ് ആലോചനയിൽ വിശ്വസ്തൻ. കർത്താവായ യേശു സൗഖ്യം തരുന്ന ദൈവമാണ്. രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ വരണം. രോഗികളായുള്ളവരെ കൂട്ടിക്കൊണ്ട് വരണം. കൈവപ്പ് ആഗ്രഹിക്കുന്നവരവിടെ വരണം. കർത്താവ് വലിയൊരു മാറ്റം നിങ്ങൾക്ക് വേണ്ടി തരും. ദൈവം ഫിനാൻഷ്യൽ ഡോറുകളെ തുറക്കും. ജോലിയിലായിക്കോട്ടെ, ഡെലിവറൻസാണ് നമുക്ക് വേണ്ടതല്ലേ. ദൈവം വിടുതലുകളെ നമുക്ക് വേണ്ടി ചെയ്യും. വചനത്തിൻ്റെ വലിയ കൃപകളാൽ ദൈവം നമ്മളെ നിറയ്ക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. ഞാൻ ഈ സമയം കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, വിതയ്ക്കുവാൻ ദൈവം എനിക്ക് സമ്പത്ത് തരും. ബ്രദറിന് കൊടുക്കുവല്ല. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഒരു കണക്കും എൻ്റെ കയ്യിലുമില്ല. എനിക്ക് കണക്ക് കൂട്ടാനും പറ്റത്തില്ല. നമുക്ക് ആർക്കും സമയമില്ല. ഒരു സഭയ്ക്ക് കൊടുക്കുവല്ല, ബ്രദറിന് കൊടുക്കുവല്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഈ സഭയ്ക്ക് കൊടുക്കുമ്പോഴും ബ്രദറിന് കൊടുക്കുമ്പോഴും ഒക്കെയാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. ഞാൻ അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഞാൻ കൊടുക്കുന്നത് ദൈവരാജ്യത്തിലാണ് ഞാൻ വിതയ്ക്കുന്നത്. എന്തിനു വേണ്ടിയെന്നറിയാവോ? ഞാൻ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ് എന്നും പറഞ്ഞ് വീട്ടിലിരിക്കരുത്. നിങ്ങളും പ്രവർത്തിക്കണം. സുവിശേഷത്തിന് വേണ്ടി യാത്ര ചെയ്യണം. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. സുവിശേഷം അറിയിക്കണം. അനേക രോഗികളെ പോയി സൗഖ്യമാക്കണം. ദൈവരാജ്യം പ്രസംഗിക്കണം. വിതച്ചാൽ മാത്രം പോരാ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രവർത്തിക്കുന്നു. കർത്താവെ, അവർ അതിരുകൾ വിസ്താരമാകുന്നല്ലോ, നന്മകളെ കൊയ്യുന്നല്ലോ. കർത്താവ് ഇന്ന് വിതച്ചവർ എല്ലാ മേഖലയിലും സമ്പത്ത് വർദ്ധിക്കട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ യേശുവിൻ്റെ നാമത്തിൽ നന്മ നിറയട്ടെ. ഉയർച്ച ഉണ്ടാകട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ആ ജോലിയിൽ, ബിസിനസ്സിൽ, ആ പട്ടണത്തിൽ, രാജ്യത്തിൽ ഒരു മനുഷ്യനും ഇല്ലാത്ത രീതിയിൽ വർദ്ധിക്കട്ടെ. നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. ഭാഗ്യവാൻ. നന്മ വന്നിരിക്കുന്നു. എന്നെപ്പോഴും പറഞ്ഞാൽ ശേഷിപ്പുകൾ മാറ്റിവെക്കുക. വരാൻ പോകുന്ന നമ്മുടെ പ്രാർത്ഥനയുണ്ട്. അതിനുവേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിതം, സമയം എല്ലാം ഞാൻ വിതയ്ക്കുമെന്ന് തീരുമാനമെടുക്കുക. ഗോഡ് ബ്ലസ് യു. അത് മാത്രമല്ല, UK നമ്മൾ പലയിടങ്ങളിലും പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നു. ഓരോ പട്ടണത്തിൽ പ്രാർത്ഥനകളെ ക്രമീകരിക്കുന്നു. UK ആളുകൾ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ UK ഗ്രൂപ്പിൽ അത് ബന്ധപ്പെടുക.
പലയിടങ്ങളിൽ നമ്മൾ വിത്ത് വിതയ്ക്കുന്നത്, അതായത് സുവിശേഷത്തിന് വിത്ത് വിതയ്ക്കാൻ വേണ്ടി വരുന്നു. ആഗ്രഹമുള്ളവർ പങ്കുചേരുക, സുവിശേഷത്തിന് വേണ്ടി ഒരുങ്ങുക. പകർച്ച ദൈവം തരും. അസാധാരണമായ ദൈവപ്രവർത്തികളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഗോഡ് ബ്ലസ് യു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവർ ഉണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി ചുരുക്കം വാക്കിൽ പ്രയർ റിക്വസ്റ്റ് അല്ല. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റിൽ നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ മ്യൂട്ട് മാറ്റി നിങ്ങളുടെ സാക്ഷ്യങ്ങളെ പറയാം. ഒരേ ആലോചന ഒരേപോലെ വരുന്നവരെടുത്ത് പറയണ്ട, നിങ്ങളത് ഏറ്റെടുത്താൽ മതി. അപ്പോൾ ഈ സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞു. ഓരോരുത്തർ പറയണം. ഞാൻ ഒരാൾ പറയുമ്പോൾ മറ്റൊരാളെ മ്യൂട്ട് ചെയ്യുവേ. അത് വെയിറ്റ് ചെയ്താൽ മതിയെ. പറഞ്ഞു. ബ്രദറെ, എന്റെ ഇന്നലെ പറയേണ്ട സാക്ഷിയായിരുന്നു. അപ്പൊ മ്യൂട്ട് മാറ്റാൻ പറ്റാത്ത ഞാൻ പറയാതിരുന്നേ. എന്റെ വലതുകൈയുടെ വിരല്, ചെറിയ വിരല് മിഷന്റെ ഇടയ്ക്ക് പോയായിരുന്നേ. അപ്പൊ അത് പകുതി ഇങ്ങനെ ഒട്ടും നൂറത്തിലായിരുന്നു. ഇവിടെ വന്നപ്പോ നീരായിട്ടായിരുന്നേ. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ച് യേശുവിന്റെ അടുത്ത് സൗഖ്യം എന്ന് പറഞ്ഞ്, അപ്പം ബ്രദർ ദൂതായിട്ട് പറയുന്നുണ്ടായിരുന്നു കൈവിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ആള് സൗഖ്യപ്പെടുന്നത്. പക്ഷെ എനിക്ക് അന്നേരം പറയാൻ പറ്റിയില്ല. പക്ഷെ ആ സമയം എനിക്ക് കൈവിരലിന് ഒരു കുഴപ്പമില്ല, പൂർണ്ണ സൗഖ്യവും വിടുതൽ ഇന്നലെ തന്നെ കിട്ടി. ഇപ്പം വിരലും മടക്കുകയും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ദൈവത്തിന് 1000 നന്ദി. നന്ദി കർത്താവ്. സിസ്റ്റർ പറഞ്ഞല്ലേ, വിരലിങ്ങനെ മടക്കാൻ പറ്റാതെ അതിൻ്റെ അകത്ത് ബ്രേക്ക് ആയിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ ദൈവാത്മ ഇടപെട്ട് മടക്കാൻ കഴിയാതെ, നൂർക്കാൻ കഴിയാതിരിക്കുന്ന വിരലുകൾ സൗഖ്യമാണെന്ന് പറഞ്ഞു. കർത്താവ് ഈ അത്ഭുത സൗഖ്യം കൊടുത്തു. ആ വിരലുകൾ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഒരു വേദനയില്ല. യേശു അങ്ങ് സൗഖ്യമാ. കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു. എനിക്ക് 2 സാക്ഷ്യമുണ്ട്. ഒന്ന് എന്റെ യൂട്രസ് മൾട്ടി ഫൈബ്രോയിഡും ഓവേറിയൻ സിസ്റ്റും ആയിരുന്നു. അപ്പൊ ഡോക്ടർ അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇന്ന് എപ്പോഴും ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വയറിലിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും. ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എനിക്ക്. പിന്നെ യൂട്രസ് റിമൂവ് ചെയ്യണ്ട. എനിക്കിതൊരു 5-6 വർഷത്തിന് മുമ്പ് തൊട്ട് തുടങ്ങിയ രോഗം. ഞാനിങ്ങനെ വെച്ചോണ്ടിരുന്നിരുന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇനി അത് റിമൂവ് ചെയ്യാതെ പറ്റത്തില്ല, റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഹെവി ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് പീരിയഡ്സ് ടൈമിലൊക്കെ. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. ഡോക്ടർ പറഞ്ഞു ഇനി അത് സർജറി ചെയ്യണ്ട, ആ അവസ്ഥ മാറിപ്പോയി. ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞു. എനിക്ക് ആ രോഗത്തെപ്പറ്റി പറഞ്ഞിട്ട് പോലും മനസ്സിലായില്ല സഹോദരി പറഞ്ഞത്. പക്ഷേ കാര്യം എനിക്ക് ഏകദേശം മനസ്സിലായി. ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ. നമുക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞു യൂട്രസില് മൾട്ടി ഫൈബ്രോയിഡ് ആയിരുന്നു, ഒരുപാട് ഫൈബ്രോയിഡ്. പിന്നെ ഓവേറിയൻ സിസ്റ്റം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രോബ്ലം ആയിരുന്നു, ഭയങ്കര വേദന, ബ്ലീഡിങ്ങും ഒക്കെ ആയിരുന്നു. അതെല്ലാം മാറി. കേട്ട സിസ്റ്ററെ, നാട്ടിൽ വരുമ്പോൾ ഈ സാക്ഷ്യം ഉറപ്പായിട്ടും പറഞ്ഞ മെഡിക്കൽ ഓക്കെ. റിപ്പോർട്ട് മറ്റൊരു സാക്ഷ്യം ഇന്നലെ നടന്നാണ്. മോൾക്ക്, പിന്നെ എന്റെ മോള് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലെ LLBക്ക് പഠിക്കുക. അപ്പൊ അവൾക്ക് പെട്ടെന്ന് പനിയും ഛർദി ഒഴിച്ചിലും അവിടെ BP താന്നു. അപ്പൊ അവിടെ ഫ്ലഡ് നടക്കും. ഇപ്പം ഭയങ്കര റോഡെല്ലാം ബ്ലോക്കാ മഴ കാരണം, എവിടെയും പോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എങ്ങനെയായാലും ഫ്ലൈറ്റിന് നാട്ടിൽ വാന്ന് പറഞ്ഞു. എന്നിട്ട് അവള് പറഞ്ഞു എങ്ങനെയാ അമ്മ വരുന്നത്, അങ്ങോട്ട് പോകാൻ പറ്റില്ലാണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ ബ്രദറെ കർത്താവ് അവക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാല് ഒരു ഡോക്ടറെ പോലും കിട്ടാനില്ല, ആശുപത്രി പോകാൻ പറ്റുന്നില്ല, എല്ലാം ബ്ലോക്കാ. അവളുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു എനിക്ക് പരിചയം ഒരു ഡോക്ടറുണ്ട്, ഞാൻ വിളിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ ആ ഡോക്ടർ അവളുടെ റൂമിൽ വന്ന് അവളെ നോക്കി, കൺസൾട്ടിങ് ഫീസ് പോലും മേടിച്ചില്ല. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന കർത്താവാണ്. പ്രിയ സഹോദരി പറഞ്ഞു കേട്ടല്ലോ. എത്ര വർഷമായിട്ട് സിസ്റ്ററെ ആ യൂട്രസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു? എനിക്ക് 7-8 വർഷത്തോളം ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ണൂരെന്നാ വിളിക്കുന്നത്. ഈ കണ്ണൂർ ജില്ലയിൽ കാണാത്ത ഗൈനക്കോളജിസ്റ്റുമാരില്ലായിരുന്നു ഞാൻ. കണ്ണൂർ എനിക്ക് തോന്നുന്നത് ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു കണ്ണൂരിൽ. തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനയിൽ ഞാൻ കണ്ണൂർ വരുന്നുണ്ട്. അപ്പോൾ കണ്ണൂരുള്ളവരെല്ലാം കേട്ട് ഒത്തിരി ദൈവപ്രവർത്തി, നിങ്ങൾ ആ ദേശത്തെ പിടിക്കുന്നവരാണ് കർത്താവിൻ്റെ നാമത്തിൽ. 5-6 വർഷമായിട്ട് സിസ്റ്റർ പറഞ്ഞ യൂട്രസിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഡോക്ടർ പറഞ്ഞു പെയിൻ ഉണ്ടായിരുന്നല്ലേ സിസ്റ്ററെ? പെയിനും ഉണ്ടായിരുന്നു, ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഹെവി ബ്ലീഡിങ്, പീരിയഡ്സിലൊന്നും എനിക്ക് എണീറ്റൊന്നും നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. നിങ്ങൾ കണ്ട യേശു അത്ഭുത മന്ത്രി. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അത്ഭുതമുണ്ട്. ഇത്രയും വർഷമായിട്ടുണ്ടായിരുന്ന രോഗം ഡോക്ടർ പറഞ്ഞു അത് യൂട്രസ് റിമൂവ് ചെയ്യാതെ വേറെ ഒരു പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ ഞാൻ പറഞ്ഞില്ല ആരോഗ്യം യേശു ക്രൂശിൽ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു കൈവച്ചു, അത്ഭുത സൗഖ്യം നടന്നു. ഇപ്പോൾ ഹെവി ബ്ലീഡിങ്ങിൽ നിന്നു, ആ യൂട്രസിലെ ബുദ്ധിമുട്ടുകൾ നിന്നു. ഡോക്ടർ തന്നെ പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട അല്ലേ സിസ്റ്ററെ, അത് റിമൂവ് ചെയ്യണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ചെയ്യണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ.
യേശുവെ ഞങ്ങളുടെ നാമത്തിൽ നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ വരുമ്പം ഈ മെഡിക്കൽ പേപ്പറും ഒക്കെ ആയിട്ട് വരണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ നാമം മഹത്വമോടെ ഉയർത്തപ്പെടണം. കണ്ണൂർ പട്ടണത്തിൽ എല്ലാ പട്ടണത്തിലും കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യമായിട്ട്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യത്തിനായിട്ടുള്ളവർ? സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ഇന്ന് നിതിന്റെ പേര് പറഞ്ഞ നിതിൻ എന്റെ മകനാണ്. അവൻ എപ്പോഴും ബോളൊക്കെ വീട്ടിനകത്ത് നിന്ന് കളിക്കുകയും എല്ലാം ചെയ്യും. അപ്പൊ കുറച്ച് നാളുകൊണ്ട് അത് പൊടി പിടിച്ച് റൂമിൽ കിടക്കിയിരുന്നു. ഇപ്പോഴവൻ വന്നപ്പോ നീറ്റാക്കി അവിടെ എല്ലാം റൂമൊക്കെ ക്ലീൻ ചെയ്ത് ബോളൊക്കെ എടുത്ത് കഴുകി ഉണക്കി എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കിടപ്പുണ്ട്. എന്റെ മോനാണ് നിതിൻ. അതുപോലെ തന്നെ പറഞ്ഞു. കട്ടായി പോയെന്നല്ല സൗണ്ട്. ആ പറഞ്ഞു ബാംഗ്ലൂരിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു വർഷമായിട്ട് ഈ കാലില് 2 കാലിന്റെ പത്തിയുടെ അവിടുത്തെ ചൊറിച്ചിലായിരുന്നു. എന്നും ഒരു ദിവസം 2-3 പ്രാവശ്യം അങ്ങ് ചൊറിച്ചിലായിരുന്നു. ഇന്നലെ ഞാൻ രോഗികളെ സൗഖ്യമാക്കെന്ന് പറഞ്ഞപ്പോ കൈ വെച്ച് 2 കാലയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ സമയം വരെ ആ ചൊറിച്ചിൽ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ട് വിടുതൽ തന്നു. ദൈവത്തിന് നന്ദി. സ്തോത്രം. കേൾക്കാവോ? ഹലോ, കേൾക്കാം. ഒരു വർഷം ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ് ബ്രദറെ. സൗകര്യം പറഞ്ഞത് ഒരു വർഷമായിട്ട് വിടുതൽ തന്നതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഒരു മിനിറ്റ് സൗകര്യങ്ങളെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ സാക്ഷിക്കറിയാൻ കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങൾ പറയണം മസ്റ്റായിട്ടും. ഒരു സെക്കൻഡ്. ഒരു വർഷമായിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ സാക്ഷിയൊക്കെ എടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികളായിരിക്കുന്നവരുടെ മാനസികാവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അവർക്ക് അവരുടെ ഉള്ളത്തിൽ പ്രാർത്ഥന സിസ്റ്ററെ പ്രയർ റിക്വസ്റ്റ് നമ്മുടെ പ്രയർ ലൈനിലേക്ക് നമ്മുടെ നമ്പർ കാണിക്കും, അതിലേക്ക് അയക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ആ സൗകര്യം പറഞ്ഞല്ലോ ഒരു വർഷമായിട്ട് കാലയിൽ ചൊറിച്ചിലിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കറിയാം പല കാരണം കൊണ്ട് വരാം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത്. പക്ഷേ ഇന്നലത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ യേശു അത്ഭുതം ചെയ്തു. കർത്താവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമായി. ഗോഡ് ബ്ലെസ് യു യേശുനാഥൻ. പറഞ്ഞു. പ്രസാദ് ബ്രദർ പറഞ്ഞു പറയാം. ഹലോ ബ്രദറെ, കേൾക്കാവോ? പറഞ്ഞു. കേൾക്കാവോ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പാമ്പാടി ആശുപത്രിയിൽ വെച്ചൊരു കുടുംബത്തെ കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ബ്രദർ പറഞ്ഞതനുസരിച്ച് ഞാൻ ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെന്നു. അവിടെ പ്രാർത്ഥന വെച്ചു, ദൈവവചനമൊക്കെ പ്രസംഗിച്ചു, ദൈവരാജ്യമൊക്കെ പ്രസംഗിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ അവര് ആ വീട്ടിലെ ആ സഹോദരി തലകറങ്ങി താഴെ പോയി. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പം ആ സഹോദരി എന്നോട് പറഞ്ഞു, ഇന്നലെ ഞാൻ എന്നെ വിളിക്കുന്നതിന് മുമ്പ് ആ ഭവനത്തിൽ നിന്ന് ആ സഹോദരി പാതിരാത്രിക്ക് ഇറങ്ങി ഓടാൻ ആരാണ്ട് പറയുന്നെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു പറഞ്ഞു. ഇപ്പൊ അവർ ഇന്ന് വിളിച്ചിട്ട് പറഞ്ഞു വളരെ സമാധാനം, വലിയ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചു. തീർച്ചയായിട്ടും കർത്താവ് എന്ന സഹോദരനെ ഉപയോഗിച്ചല്ലോ. നമുക്കറിയാം ഒരു പിശാചിൻ്റെ ആഗ്രഹം കുടുംബം തകരണമെന്നാണ്. ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ള ടെൻഡൻസി കൊടുത്തു. പക്ഷേ ഇന്ന് ആ ദുരാത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. ആ മകൾ ഫ്രീ ആയി. ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഗോഡ് ബ്ലെസ് യു ബ്രദറെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ ഇപ്പൊ ആലോചന പറഞ്ഞോട്ടെ. ബ്രദറെ 3 പാസ്ബുക്ക് ബാങ്കിനകത്തുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ഒരു 83 എന്ന് പറഞ്ഞൊരു അക്ഷരം ഇത് സംഖ്യ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? 83 ഉണ്ട്. അത് കോട്ടയത്തിന്റെ കോഡാണ്, പിൻകോഡാണ് 68 65 83. അത് ഏത് പാസ്ബുക്കല്ലേ? ഏത് ബാങ്കിന്റെ പാസ്ബുക്കല്ലേ? അത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലീന പീറ്റർ എന്ന് പറഞ്ഞ ഈ സൂമിൽ കൂടുന്ന സഹോദരിയുടെയാണ്. അതെന്റെ കയ്യിലാണ് തന്നിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ബാങ്കിൽ അക്കൗണ്ട് കൂടിയതിന്റെയാണിത്.
അപ്പൊ എന്റെ കയ്യിൽ തന്നിരിക്കുക, പുള്ളിക്കാരി അത് മേടിച്ചിട്ടില്ല ഇതിനായിട്ട്, എന്റെ തന്നെ ഇരിക്കും അത്. അത് കൈവച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. വലിയൊരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഉടമസ്ഥനെ കർത്താവ് അത്ഭുതമാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ആ ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ വിടുതൽ സംഭവിക്കുന്നത് ബാങ്കുമായിട്ടല്ല, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ് കർത്താവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററേ. ഞാന് വളരെ കുറച്ച് നാളിന് മുൻപ് സിസ്റ്റർ ഒരു പ്രെയർ നടത്തിയായിരുന്നു, സിസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിട്ട്. അപ്പം ഞങ്ങള് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഞാനും എൻ്റെ ബ്രദറിന്റെ ഫാമിലിയും ആയിരുന്നു. അപ്പം അതിലെ മോളുണ്ടായിരുന്നു, അവിടെ പേര് ഡോണ എന്നാ. അപ്പം സിസ്റ്റർ പറഞ്ഞായിരുന്നു ഡോണ എന്ന് പറയുന്ന ഒരു മോളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. കേൾക്കുന്നുണ്ട്. അന്നേരം മോളെ ഞാനിങ്ങനെ തൊട്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ബ്രദറിന്റെ മോളെ പ്രാർത്ഥിച്ച്. അന്നേരം അവളെ MBBS എൻട്രൻസ് എഴുതിയേക്കുമായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യത്തെ പരീക്ഷ വെച്ചിട്ട് ടഫായിരുന്നു. അപ്പൊ അവൾ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ അവള് സാക്ഷി പറയാമെന്ന്. അവൾക്ക് അതിശയമായിട്ട് അഡ്മിഷൻ കിട്ടി വെല്ലൂര്. അവിടെ ഒരു വാക്ക് ഇപ്പൊ പറയും. തീർച്ചയായിട്ടും കർത്താവ് തുറന്ന വലിയ കൃപയ്ക്ക് നന്ദി പറഞ്ഞ് പ്രിയസ്റ്റ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞാൻ സൗകര്യം 20-ാം തീയതി ജോയിൻ ചെയ്യാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കണം. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ദിവസം സഹോദരിമാരുടെ വുമൻസ് മീറ്റിങ്ങിൽ സിസ്റ്ററെ ശുശ്രൂഷിച്ച സമയത്ത് ആ പേര് വെളിപ്പെട്ടു. ആ പേരുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് നിയമം. അപ്പോൾ സഹോദരി പറഞ്ഞ ഒരു കാറിലിരുന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. ആ പേര് വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞു, നമുക്ക് എത്ര ടഫാണെങ്കിലും തമ്പുരാൻ നമുക്ക് വേണ്ടി വഴി തുറന്നാൽ ആർക്കും തടയ്ക്കാൻ പറ്റത്തില്ല സിസ്റ്ററെ. അവിടെ പോവുക, അത് കർത്താവ് ഏറ്റവും വലിയ അനുഗ്രഹം. യേശുവിൻ്റെ സാക്ഷിയാകുക, അവിടെ പോയി ദൈവരാജ്യം ഉയർത്തുക. ഗോഡ് ബ്ലെസ് യു. സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പറഞ്ഞു സിസ്റ്റർ, പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ ബ്രദർ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. ഞാൻ 3-ാം തീയതിക്ക് ഒരു അമ്മൂമ്മ സ്വപ്നം കണ്ട്. ആ അമ്മൂമ്മ സ്വപ്നം കണ്ട് ഇങ്ങനെ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ കാലത്ത് 4-ാം തീയതിക്ക് കാലത്ത് അമ്മൂമ്മ ഞാൻ കാണുകയും ചെയ്തു അതേപോലെ. അപ്പൊ എന്താ പറ്റിയത് ചോദിച്ചപ്പോ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്നും പറഞ്ഞു. അതിനുശേഷം എനിക്ക് വയ്യ മോളെ എന്ന് പറഞ്ഞു. എന്താ പറ്റിയത് ചോദിച്ചപ്പോ ഞാൻ തൊണ്ടയുടെ ഉള്ളിലെ ചെറിയൊരു ഉണ്ടാവുമല്ലോ, നമ്മുടെ അണ്ണാക്ക് ഉണ്ടാവുമല്ലോ, അത് വലുതായി വന്നിരിക്കും. അപ്പൊ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്ന സൗണ്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ കഴുത്തിൽ കൈ വെച്ച് നന്നായി പ്രാർത്ഥിച്ചു. ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടെസ്റ്റൊക്കെ നല്ല മാറ്റം വരും, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഭാരപ്പെടണ്ടെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ കണ്ടു, കാലത്ത് കണ്ടപ്പോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ആശ്വാസം വന്നിട്ടുണ്ട്. റിസൾട്ടിൽ നല്ലൊരു മാറ്റം വന്നു, ഒരു കുഴപ്പമില്ല പറഞ്ഞു. വലിയ അനുഗ്രഹമാണ് അവിടെ. തീർച്ചയായിട്ടും അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തിയെ സ്വപ്നം കാണാൻ ഇടയായി തീർന്നു. ദൈവസ്വപ്നത്തിൽ ഇടപെടും. പിറ്റേ ദിവസം അവരെ കണ്ടപ്പോൾ ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് വിഷയമുണ്ട്, തൊണ്ടയിൽ ബുദ്ധിമുട്ടുണ്ട്. സഹോദരി പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചു. ടെസ്റ്റിന് അയച്ചേക്കുവാണ്, പക്ഷേ തിരിച്ചു വന്നപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, വലിയ വ്യത്യാസമുണ്ടെന്ന് പറയാൻ ഇടയായി തീർന്നു. സിസ്റ്റർ, ഇനിയും കൈവച്ചോണ്ട് തമ്പുരാൻ ഇത് കാണിച്ചു തന്നതാണ്. ആ വ്യക്തി മുഖാന്തരം ആ ദേശത്തൊരു സാക്ഷ്യമായിട്ട് മാറും. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ദൈവനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ. എൻ്റെ മകൾ രേഷ്മചന്ദ്രൻ, മകന്റെ പേര് നിലൻ. അവര് ദുബായിൽ 6 മാസം ദുബായിലായിരുന്നു. ഇപ്പൊ ഇത് ആഗസ്റ്റ് 26-ാം തീയതി നാട്ടിൽ വന്നു. മോക്ക് നാട്ടിൽ വന്നപ്പോൾ ജോലി ലഭിച്ചു. ഇപ്പം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശമ്പളം കുറവ്. ദൈവം വഴി തുറന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അത്ഭുത സാക്ഷ്യമുണ്ട്, ദൈവം മാറ്റും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഹലോ, പറഞ്ഞു. ഹലോ, പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട്. ബ്രദറെ, ഞാൻ ഒരു വിവാഹ ധനസഹായത്തിന് ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രദറെ. അന്നേരം അതിനകത്ത് ഈ സ്വർണത്തിന്റെ ബില്ല് ഞങ്ങൾക്ക് കൊടുക്കാനില്ലായിരുന്നു. അന്നേരം അത് കിട്ടത്തില്ലെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയതിന് ഞാൻ സാക്ഷിയായിട്ട് പറയുന്നു.
കിട്ടത്തില്ലെന്ന് പറഞ്ഞതായിരുന്നു, സ്വർണത്തിന്റെ ബില്ല് വെക്കാത്തതുകൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ ആ പൈസ കിട്ടി, വിവാഹ ധനസഹായത്തിന്റെ. തീർച്ചയായിട്ടും അത് നമുക്ക് ഇനിയും സാക്ഷി പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂകളെ കർത്താവ് പിന്നെയും പിന്നെയും തുറക്കും. നന്മ കൊണ്ട് ദൈവം നിറയ്ക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഹലോ ബ്രദറെ. ഹലോ പറഞ്ഞോ ബ്രദറെ. പറഞ്ഞോ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് ബ്രദറെ, പറഞ്ഞോ. ബ്രദറെ, ഞാൻ മനോജാണ്. ഇന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു, വളരെ അത്ഭുതകരമായിട്ട്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വലിയൊരു ഇറക്കം ഇറങ്ങി പോകുമ്പോൾ ഇറക്കം അങ്ങ് ചെന്ന് തീരുന്നത് ടി ഷേപ്പിലേക്ക് വേറെ റോഡിലേക്കായിരുന്നു. റോഡ് എന്ന് പറഞ്ഞാൽ വളരെ അധികം വണ്ടി ഓടുന്ന റോഡിലേക്ക് കയറുന്നതിന് ഏതാണ്ട് ഒരു മിനിറ്റിന് മുൻപ് ആ റോഡിന് കയറുന്ന തൊട്ട് മുമ്പായിട്ട് വണ്ടിയുടെ ഫ്രണ്ട് പൊടിഞ്ഞു വീണ് ഞാൻ താഴെ വീണു. പക്ഷെ അതൊരു അല്പോടെ ഒരു മിനിറ്റ് മാറിയതിൽ ഞാൻ ആ മെയിൻ റോഡിലേക്ക് കയറും. മെയിൻ റോഡിലാകുമ്പോൾ ഭയങ്കര തിരക്കും. ആക്സിഡന്റ് വളരെയധികം ഇപ്പൊ സംഭവിച്ചതിൽ നിന്നും വളരെയധികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്നതാണ്. അതിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാനൊരു സാക്ഷ്യമായിട്ട് പറയുന്നു. നന്ദി കർത്താവേ. പ്രിയ സഹോദരൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ അനർത്ഥം വ്യസനമായി ഭവിക്കാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ആപത്ത് ദുഃഖമാകാതെ ഇന്ന് തമ്പുരാൻ ആപത്തോ അനർത്ഥങ്ങളോ കൂടാതെ സാക്ഷ്യമാക്കി നമ്മളെപ്പറ്റി ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. കർത്താവ് സൂക്ഷിച്ച കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിന് ഗോഡ് ബ്ലസ് യു. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷികൾ? ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാക്ഷ്യം പറയാനുണ്ട് എനിക്ക്. ഇന്നലെ പാസ്റ്റർ പ്രസംഗിച്ചതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു. ഫിലിപ്പ് എന്ന് പറയുന്ന ആളിന്റെ ഫ്രണ്ടിൽ തന്നെ കയറി വരുന്നിടത്ത് സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെ ഒരു എംബ്ലം കാണിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. ഇതിന്റെ എനിക്ക് വീഡിയോ കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് എൻ്റെ പേര് തോമസ് ഫിലിപ്പ് എന്നാണ്. ഞാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരും എന്നെ തോമസ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആങ്സൈറ്റിയോടെ ഇടുന്നു. പക്ഷെ പിന്നെ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എനിക്കിത് നിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നീ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ബ്രദർ ഇപ്പൊ വീഡിയോ കാണിക്കാൻ വേണ്ടിയാണോ ഓണാക്കാം ആണ് ചോദിച്ചത്? വീഡിയോ കാണിക്കാം. ഞാൻ വീഡിയോ എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ബ്രദർ, ഞാൻ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോയിലേക്ക് വീഴുന്നില്ല. ഓക്കെ, അറിയത്തില്ല വേറെ ഇവിടെ എന്തായാലും. ഓക്കെ, ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കാണിക്കാം. ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ നോക്കാം. ഒരു മിനിറ്റ്, ഞാൻ ബ്രദറിന് സെർച്ച് ചെയ്തോട്ടെ. ഇതിനകത്ത് കാരണം നമുക്ക് ഇത്രയും പേര് വരുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വീഡിയോ എടുക്കാൻ. ഓക്കെ, ഒരു മിനിറ്റ്. എൻ്റെ ബ്രദർ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ആ ഒരു ഓക്കെ ബ്രദർ ഞാൻ കണ്ടു. കാണുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ട് എല്ലാവരും. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ ദൈവാത്മാ സംസാരിച്ച അല്ലേ ബ്രദറെ? ഒരു നമ്മുടെ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, ഈ ഒരു ടാഗ് പോലെ അല്ലേ? ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? പറഞ്ഞു ബ്രദറെ, സാക്ഷ്യം പറഞ്ഞു. അതെ, കർത്താവ് ഇടപെട്ട ഒരു ആലോചനയാണ് ബ്രദർ പറഞ്ഞത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഭവനത്തെ കർത്താവ് കയറി വരുന്നിടത്ത് തന്നെ ഫിലിപ്പ് എന്നുള്ള, നിങ്ങൾ ആ പേര് കണ്ടോ? തോമസ് ഫിലിപ്പ് എന്നുള്ള പേര്. ബ്രദറെ, ഈ ആലോചന പറയുന്ന സമയത്ത് ബ്രദർ വീഡിയോ വല്ലതും ആ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ സാധ്യതയുള്ള രീതിയിൽ വല്ലതും ഓണാക്കിയായിരുന്നോ ആ സമയത്ത്? എനിക്ക് ഇങ്ങനെ കൺഫ്യൂഷനായി. അതുകൊണ്ട് ഞാൻ അന്നേരം എന്റെ തൊട്ട് മുമ്പിൽ തന്നെ ആയിരുന്നു. ഞാനത് അന്നേരം കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങളത് കാണാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നോ? ഇത് കാണാനോ ഈ ഫിലിപ്പ് എന്നുള്ള പേര്? എനിക്ക് കാണാമായിരുന്നു. പക്ഷെ ഞാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞതുകൊണ്ട്, ഫിലിപ്പിന്റെ ഫാമിലി എന്ന് പറഞ്ഞത് കൊണ്ടൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. അതാ, ഞങ്ങൾക്ക് കാണാനൊരു സാധ്യത ഇല്ലായിരുന്നു ഉറപ്പായിട്ടും അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾ കേട്ട് വീഡിയോ ഓൺ അല്ലായിരുന്നു. ആമേൻ. നിങ്ങൾ നോക്കിയ സാക്ഷ്യം ഇതേപോലെ നിങ്ങൾ സൗരം പറഞ്ഞ പോലെ ആ പേരിൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ടതാണ്. ആ വീടിൻ്റെ അകത്ത് കയറി വരുമ്പോൾ തന്നെ ഒരു അടയാളം കാണിച്ചു. ആ വീടിനെ ദൈവം വലിയൊരു സാക്ഷിയാക്കാൻ വേണ്ടി പോകാമെന്നാണ് പറഞ്ഞ സൗരം ഏറ്റെടുത്തോണേ.
ദൈവം വലിയ പ്രവൃത്തി കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി പോവാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ സന്നിധിയിലും നിങ്ങൾ ഉറ്റിരുന്നോണം. ദേശത്ത് മാനിക്കപ്പെടും കേട്ടോ. ആരും നിൽക്കാത്ത രീതിയിൽ തമ്പുരാൻ വളർത്തും. ഗോഡ് ബ്ലസ് യു ബ്രദറെ. അത്ഭുത സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു. കർത്താവ് അങ്ങനെ ഇടപെട്ടതിന് നന്ദി പറയുന്നു. ബ്ലസ് യു ബ്രദറെ, ബ്ലസ് യു. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും ദൈവം നന്മ കൊണ്ട് നിറയ്ക്കട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ ആലോചന കേൾക്കുമ്പോഴും നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. കൂടുതൽ അടുക്കും തോറും നമുക്ക് ആ വിഷയങ്ങൾ ഓരോ രീതിയിൽ റിവീലായി വരും, നന്മകൾ തുറന്നു വരും. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും കൂടെ സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. ബാക്കി നമുക്ക് തുടർമാനമായിട്ട് നാളെ കേൾക്കാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. എന്റെ ഒരു പാസ്ബുക്കിനകത്തും ഉണ്ട്. അത് ഞാൻ ക്യാഷ് വിഡ്രോ ചെയ്തതാണ്. 2383 രൂപയെ. അത് 83 എന്നുള്ളത് കാണിക്കുന്നുണ്ട് പാസ്ബുക്കിനകത്ത്. അത് ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ പേര് ശ്രുതി. ബ്രദറെ, അത് ഞാൻ ഏറ്റെടുക്കുന്നേ. ബ്രദർ കേട്ടോ? കേട്ടു സിസ്റ്റർ, തീർച്ചയായിട്ടും ഏറ്റെടുത്തു കേട്ടോ. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ്. ഇന്നലെ ബ്രദർ പ്രവചനം പറഞ്ഞിരുന്നു, പ്രീതി എന്ന് പറഞ്ഞ ഒരു ആളിനെ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ദൈവം അനുഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം കുറച്ച് കാശ് നഷ്ടപ്പെട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രജിസ്റ്റർ ആണോ കാണിച്ചത് എന്നറിയണം. അത് ഏറ്റെടുത്ത സിസ്റ്റർ, പ്രീതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതായത് ഈ ഒരു ഡോക്യുമെൻ്റ് കൈമാറുകയും അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കേൾപ്പിച്ചത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഏത് ഡോക്യുമെൻ്റ് വിഷയത്തിലാണോ സങ്കടപ്പെട്ടിരിക്കുന്നത് അത് കൈവരുമ്പോൾ സന്തോഷിക്കുക. യൂട്യൂബിൽ ആ മെസ്സേജ് കിടപ്പുണ്ട്. സന്തോഷത്തോടെ കൈക്കൊള്ളുന്ന പറഞ്ഞത് അത് സാക്ഷ്യമാക്കി തമ്പുരാൻ മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. അത് ഏറ്റെടുത്തോണം. ഈ ദിവസങ്ങളിൽ എന്താണോ ഭാരപ്പെട്ടത് അത് തന്നെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ആമേൻ. ഇനിയും അധികം സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ തൽക്കാലം നമ്മുടെ പ്രാർത്ഥന വൈൻഡപ്പ് ചെയ്യുന്നു. ലൈവിൽ ഇത് കാണുന്നവർ, പ്രത്യേകിച്ച് ഇതിൻ്റെ റെക്കോർഡിങ് കാണുന്നവർ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് കണ്ടോണം. ഇത് സാക്ഷ്യമായി നിങ്ങൾ ഇത്രയും കർത്താവ് പ്രവർത്തിച്ചു. നിങ്ങൾ കേട്ടല്ലോ, ആ സൗകര്യം പറഞ്ഞ പോലെ 8-7 വർഷമായിട്ട് ഈ ബ്ലീഡിങ്, നമുക്കറിയാം രക്തസ്രാവക്കാരിയെ പറ്റി സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ. യേശുവിനെ തൊടുവാൻ ധൈര്യം കാണിച്ചു. കർത്താവ് തൊട്ടു, ദൈവത്തെ തൊട്ടു. 2 സാക്ഷ്യമാണ് ഇന്ന്. അതേപോലെ നമ്മൾ കേട്ട് പല സാക്ഷ്യം നമ്മൾ കേട്ട് രോഗസൗഖ്യത്തിൻ്റെ, മിറക്കിൾസിൻ്റെ, സയൻസ് ആൻഡ് വണ്ടർ, പ്രവചന ആലോചനകളുടെ സാക്ഷ്യങ്ങൾ. കൂടെ ഇരിക്കുക, ചേർന്നിരിക്കുക. യേശു അത്ഭുത മന്ത്രിയാണ്. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്ന കർത്താവ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾ അത്ഭുത സൗഖ്യമായി തീരും. അത്ഭുത വിടുതലുകൾ അവരുടെ മേൽ സംഭവിക്കും. അവർ അത്ഭുത സാക്ഷിയായിട്ട് തീരും. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പോൾ നന്മയായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ, സാക്ഷ്യമായി തീരട്ടെ. കൈവെക്കുമ്പോൾ തന്നെ അസാധാരണമായ ദൈവപ്രവൃത്തി അവിടെ സംഭവിക്കുന്നല്ലോ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഈ പ്രയർ ലൈൻ നമ്പറിലേക്ക് അയയ്ക്കുക. ഞാൻ ഈ റെക്കോർഡിംഗ് കാണുന്നവർക്ക് വേണ്ടിയാണ്. ഗോഡ് ബ്ലസ് യു. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. അപ്പോൾ നാളെ നമുക്ക് അന്യഭാഷ പ്രാർത്ഥനകൾ ഉണ്ടാകുന്നതാണ്. ദൈവം വലിയ കൃപകളാൽ നിറയ്ക്കുവാൻ ഇടയായിത്തീരും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അതിൻ്റെ ലിങ്ക് ഞാൻ അയക്കും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് ലിങ്ക് അയക്കും. അപ്പോൾ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നമ്മുടെ പ്രെയർ ലിങ്ക് മാത്രമേ വരത്തുള്ളൂ. കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ നാളെ ചിലപ്പോഴാണെങ്കിൽ നമ്മുടെ സൂം മീറ്റിംഗ് ചിലപ്പം യൂട്യൂബിലായിരിക്കാം. കൺഫേം അല്ല എങ്കിലും മാക്സിമം പ്രാർത്ഥന തന്നെ ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയൊരു, ഞാൻ നാളെ ഒരു അർജൻറ്റായിട്ടൊരു യാത്രയിലായിരിക്കും. എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ ഞങ്ങൾക്ക് ലിങ്ക് അയക്കുന്നതായിരിക്കും. ഒന്ന് ഗ്രൂപ്പിൽ ശ്രദ്ധിച്ചേക്കണേ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ നിറയ്ക്കും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച്